പ്രബീർ പുർക്കായിസ്തയും ദില്ലി പോലീസും നേർക്കുനേർ കണ്ടത് 2023 ഒക്ടോബർ 3 മാത്രമല്ല, 48 കൊല്ലത്തെ ചരിത്രമുണ്ടതിന്. 975 സെപ്റ്റംബർ 25 രാജ്യം അടിയന്തരാവസ്ഥാ വിരുദ്ധ പ്രക്ഷോഭത്തിൽ തിളച്ചുമറിയുമ്പോഴായിരുന്നു അത്. അന്ന് JNUവിൽ PG വിദ്യാർത്ഥിയായിരുന്ന പ്രബീർ പുർക്കായിസ്തയെ ഒരു കറുത്ത അംബാസിഡർ കാറിലെത്തി SFIയുടെ സമരമുഖത്ത് വെച്ച് ഒരു സംഘം വലിച്ചിഴച്ചു കൊണ്ടുപോവുകയായിരുന്നു. യൂണിഫോം ധരിക്കാതെ വന്ന പോലീസുകാരായിരുന്നു അതെന്നും ദില്ലി പോലീസിലെ DIG ആയിരുന്ന PS ബിന്ദറും അതിലുണ്ടായിരുന്നുവെന്ന് പ്രബീർ പിന്നീട് എഴുതിയിട്ടുണ്ട്. മാസങ്ങളോളം പ്രബീറിനെ കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം ഒന്നാകെ പ്രബീറിനായി തെരുവിലിറങ്ങി. ഒരു വർഷത്തിലേറെ കാലം ജയിലിനകത്തായിരുന്ന പ്രബീർ PGയുടെ വൈവ ഉൾപ്പെടെ പൂർത്തിയാക്കിയത് ജയിലിൽ കിടന്നുകൊണ്ടായിരുന്നു. ശാസ്ത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗഹനമായ അറിവും ശക്തമായ രാഷ്ട്രീയ നിലപാടുമുള്ള എഞ്ചിനീയറും മാധ്യമപ്രവർത്തകനുമായി പ്രബീർ പുർക്കായിസ്ത വളരെ പെട്ടെന്ന് തന്നെ രാജ്യമാകെ അറിയപ്പെട്ടു. നവലിബറൽ കാലത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വികാസം എങ്ങനെ നേരിട്ട് മുതലാളിത്തത്തെ സഹായിക്കുന്നുവെന്ന് അന്വേഷിക്കുന്ന അദ്ദേഹത്തിന്റെ നോളജ് ആസ് കോമൺസ് എന്ന പുസ്തകം പ്രസിദ്ധമാണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തെയും ആണവ വിരുദ്ധ ഭരണകൂട വിരുദ്ധ രാഷ്ട്രീയ പോരാട്ടങ്ങളെയും ത്വരിതപ്പെടുത്തുന്ന ചിന്തകനും കോളമിസ്റ്റുമായും അദ്ദേഹം അറിയപ്പെട്ടു. 2009 പുർക്കായിസ്ത ആരംഭിച്ച ന്യൂസ് പോർട്ടൽ ന്യൂസ് ക്ലിക്കും ജനകീയ ശാസ്ത്ര പ്രചരണത്തിനും ശാസ്ത്രീയ ചരിത്രചിന്തയ്ക്കുമാണ് ഊന്നൽ നൽകിയത്. രാജ്യത്തെ വിദ്വേഷ രാഷ്ട്രീയവും ഭരണകൂട രൂപമാർജിച്ചപ്പോൾ ന്യൂസ് ക്ലിക്ക് രചനാത്മകമായ പോരാട്ടങ്ങൾ ശക്തമാക്കി. സ്വയം അടിയന്തരാവസ്ഥ ഭരിച്ച മാധ്യമങ്ങൾ മോദിയുടെ കാൽക്കീഴിൽ അഭയം തേടാൻ മത്സരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥയെ നേരിട്ട പ്രബീറിന്റെ ന്യൂസ് ക്ലിക്ക് ഒരു ബദൽ പോരാട്ട മാധ്യമ ചരിത്രം സൃഷ്ടിച്ചത്. പൗരത്വ ഭേദഗതി നിയമവും കർഷക പ്രക്ഷോഭവും മണിപ്പൂരും അതിന്റെ തീവ്രത ഒട്ടും ചോരാതെ ന്യൂസ് ക്ലിക്കിന്റെ മൗസ് ക്ലിക്കിലൂടെ പ്രത്യക്ഷമായി. അതോടെ പ്രബീർ സംഘപരിവാർ കണ്ണിലെ കരടുമായി. 2021 വിവിധ ഏജൻസികൾ അന്വേഷിച്ച് അവസാനിപ്പിച്ച കേസ് പുനർജനിച്ചു. ചൈനയുമായി ബന്ധമുള്ള അമേരിക്കൻ വ്യവസായി നെവിൽ റോയ് സിംഗത്തിൽ നിന്നും നിയമാനുസൃത വഴിയിലൂടെ ഫണ്ട് ലഭിച്ചതിന്റെ സകല രേഖകളും ഹാജരാക്കിയിട്ടും ചൈന എന്ന ഒറ്റപ്പേരിൽ തൂങ്ങി UAPA ദുരുപയോഗം ചെയ്താണ് പ്രബീറിനെ മോദി സർക്കാർ അറസ്റ്റ് ചെയ്തത്. പ്രബീർ പുർക്കായിസ്തയുടെ ആത്മകഥയെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കീപ്പിംഗ് അപ്പ് ദ ഗുഡ് ഫൈറ്റ് എന്ന പുസ്തകം അദ്ദേഹം ആരംഭിക്കുന്നത് ഒരു ചോദ്യത്തിൽ നിന്നാണ്. എല്ലാ തലമുറയും അടിയന്തരാവസ്ഥയെ അഭിമുഖീകരിക്കേണ്ടതുണ്ടോ? ആ ചോദ്യത്തിന് സുപ്രീം കോടതി നൽകുന്ന ഉത്തരമാകുന്നു പ്രബീറിന്റെ മോചന ഉത്തരവ്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്. മോദി സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റ തിരിച്ചടികളിൽ ഏറ്റവും ഒടുവിലത്തേതാണ് നമ്മളിപ്പോൾ കണ്ട അടിമുടി പോരാളിയായ മാധ്യമ പോരാളിയായ പ്രബീറിന്റെ കേസിൽ സുപ്രീം കോടതി നടത്തിയത്. മോദി സർക്കാരിന് വളരെ ശക്തമായ പ്രഹരം, കനത്ത പ്രഹരം, വലിയ തിരിച്ചടി ഇതാണ് ഇന്നും സുപ്രീം കോടതിയിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP, അഡ്വക്കേറ്റ് K അനിൽകുമാർ CPIM, ഷാജി ജോസഫ് മാധ്യമപ്രവർത്തകൻ, അഡ്വക്കേറ്റ് BG വിഷ്ണു BJP, അനുഷ പോൾ ന്യൂസ് ക്ലിക്കിലെ മുൻ മാധ്യമപ്രവർത്തക, KJ ജേക്കബ് മാധ്യമപ്രവർത്തകൻ. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഈ സുപ്രീം കോടതി തുടർച്ചയായി മോദി സർക്കാർ സുപ്രീം കോടതിയിൽ നിന്ന് വിവിധ സുപ്രധാന കേസുകളിൽ വലിയ തിരിച്ചടി നേരിടുന്ന ഒരു ഘട്ടമാണ്. ഇതേതൊക്കെ തരത്തിലാണ് പ്രബീറിൻ്റെ കേസിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ, ജാമ്യം അനുവദിക്കൽ, ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടിയാണ് മോദി സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്? ഏതൊക്കെ തരത്തിലുള്ള തിരിച്ചടിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്? യഥാർത്ഥത്തില് കേജ്രിവാളിന് ജാമ്യം കൊടുത്ത ഒരു വിധി പ്രസ്താവനത്തിന്റെ അനുബന്ധമായിട്ട് വേണം ഇതിനെ കാണാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒരു ജനാധിപത്യം സാർത്ഥകമാകണമെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണമെന്നാണ് സുപ്രീം കോടതി കേജ്രിവാളിന്റെ വിധിന്യായത്തിൽ അടിവരയിട്ടത്. ജനാധിപത്യം പുലരണമെങ്കിൽ ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം രാജ്യത്ത് സാധ്യമാകണമെന്നുള്ളതിന്റെ പരോക്ഷമായിട്ടൊരു പ്രഖ്യാപനമാണെന്ന് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത്. അതിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. പക്ഷെ അതിന്റെ സബ്സ്റ്റൻസ്, അന്തസത്ത അതാണ്. എനിക്ക് പ്രബീറിനെ നന്നായിട്ട് അറിയാം. എത്രയോ കാലമായിട്ട് എനിക്ക് അദ്ദേഹത്തിനെ അറിയാം. യഥാർത്ഥത്തില് അടിയന്തരാവസ്ഥക്കാലത്ത് ആള് തെറ്റി അറസ്റ്റ് ചെയ്യപ്പെട്ട് 1.5 വർഷം ജയിലിൽ കിടന്ന ആളാണ് പ്രബീർ പുർക്കായിസ്ത. അന്ന് അദ്ദേഹം ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. അന്ന് JNUയുടെ ചെയർമാൻ ത്രിപാഠി അന്വേഷിച്ചു വന്ന പോലീസ് തെറ്റായിട്ട് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജയിലിൽ അടച്ചു. അത് ത്രിപാഠിയല്ല, ഇത് പ്രബീർ ആണെന്ന് അറിഞ്ഞിട്ട് പോലും അത് പ്രബീറിനെ അവിടെ സൂക്ഷിച്ചു. അപ്പം തീർത്തും
എന്താ പറയാ, ക്രമം വിട്ട രീതിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രബീർ രണ്ടാമതും ക്രമം വിട്ട രീതിയിൽ എല്ലാ ചട്ടങ്ങളും മറികടന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതിയുടെ വിധിന്യായം 42 പേജ് വരുന്ന വിധിന്യായം ഞാൻ സഗൂതം ഞാൻ വായിച്ചു, മനസ്സിലാക്കി. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. തലസ്ഥാന നഗരിയിലെ ഡൽഹി പോലീസ്, ആ പോലീസ് പോലും പ്രാഥമികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിക്കാൻ തയ്യാറല്ല. അതായത് ഇവർ വളരെ ഒരു കള്ളക്കളി. നേരത്തെ അവർ ഫയൽ ചെയ്തൊരു FIR യഥാർത്ഥത്തിൽ അത് അനുസരിച്ചുള്ള നടപടിക്രമം മുമ്പോട്ട് പോയപ്പോൾ ഡൽഹി ഹൈക്കോടതി പ്രബീറിനൊരു റിലീഫ് കൊടുക്കുന്നു. അപ്പോൾ ഇവരെന്ത് ചെയ്തു, വേറൊരു FIR കൂടെ ഫയൽ ചെയ്തു. അങ്ങനെ ഫയൽ ചെയ്യാനേ പാടില്ല. എന്നിട്ട് ആ FIR-ന്റെ വിവരങ്ങൾ ഒരു പ്രബീറിനോ അദ്ദേഹത്തിന്റെ അഭിഭാഷകനോ നൽകുന്നില്ല, റിമാൻഡിന്റെ കോപ്പി നൽകുന്നില്ല. പുലർച്ചെ 6 മണിക്ക് റിമാൻഡ് ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് റിമാൻഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വലിയൊരു കള്ളക്കളി. അതായത് പ്രബീറിനെ കാരാഗൃഹത്തിൽ അടയ്ക്കാൻ വേണ്ടി ഭരണകൂടം ചെയ്ത ഒരു ഗൂഢാലോചനയാണ് യഥാർത്ഥത്തിൽ ഈ 42 പേജ് വരുന്ന വിധിന്യായത്തിൽ സുപ്രീം കോടതി അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് അതിന്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങൾ. ഇനി ഞാൻ ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ട്. ഞാൻ വളരെ ഹ്രസ്വമായിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. പ്രബീർ എന്താണ് തെറ്റ് ചെയ്തത്? ഒറ്റ തെറ്റേ ചെയ്തിട്ടുള്ളൂ. നരേന്ദ്രമോദിയുടെ നേർക്ക് വിരൽ ചൂണ്ടി എന്നുള്ളതാണ്. ഗോദി മീഡിയയുടെ കാലത്ത് തലസ്ഥാനത്തെ എല്ലാ മാധ്യമങ്ങളും കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്ന ലാപ്ടോപ്പ് മീഡിയ ആയിട്ട് മടിത്തട്ടിൽ നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ നോക്കി ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രബീർ തയ്യാറായി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് പ്രബീറിനെ അറസ്റ്റ് ചെയ്ത് ബീഹാറിൽ അടച്ചത്. യഥാർത്ഥത്തില് ഡൽഹി റൈറ്റ്സ്, യഥാർത്ഥത്തിൽ ഈ ഡൽഹി പോലീസ് ഫയൽ ചെയ്ത ചാർജ് ഷീറ്റ് ഒന്ന് വായിച്ചു നോക്കണം. അത് യഥാർത്ഥത്തില് ഏതെങ്കിലും ഒരു ബുക്ക് പബ്ലിഷിംഗ് ഫേം എടുത്തിട്ട് അതൊരു നോവലായിട്ട് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉള്ളടക്കമുള്ളതാണ്. ഞാനത് വളരെയധികം ശ്രദ്ധിച്ച് വായിച്ച ഒരാളാണ്. എന്താ കാരണം എന്ന് വെച്ചാല് ഈ പറയുന്ന സാമ്പത്തിക തട്ടിപ്പുകളെ കുറിച്ചൊന്നും അല്ല പറയുന്നത്. അതായത് ചൈനീസ് മൂലധനം അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് വന്ന നിക്ഷേപം, അതിനെക്കുറിച്ചൊന്നും അല്ല ആ ഡൽഹി പോലീസ് ഫയൽ ചെയ്ത ചാർജ് ഷീറ്റിൽ പറയുന്നത്. ഒന്ന്, അതായത് കർഷക സമരം ചെയ്ത് പ്രക്ഷോഭം ഡൽഹിയിൽ നടന്നപ്പോൾ അവർ നടത്തിയ റിപ്പോർട്ടിങ്. 2, പൗരത്വ ഭേദഗതി സംബന്ധിച്ചുള്ള നിലപാടുകൾ. 3, ഡൽഹി റൈറ്റ്സ്, അത് പൗരത്വ ഭേദഗതിയുടെ ഒരു അനുബന്ധമാണ്. ആ സമയത്ത് ഇവർ സ്വീകരിച്ച നിലപാടുകൾ. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പൗരത്വ ഭേദഗതിക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭം നടക്കുമ്പോൾ സാലോക്കോ ഗോളി മാർദോ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് നേരെ നിറയൊഴിക്കൂ എന്ന് ആഹ്വാനം ചെയ്ത ഒരു ക്യാബിനറ്റ് മന്ത്രിക്കെതിരെ കേസെടുക്കേണ്ടതിന് പകരം അത് തുറന്നു കാണിച്ച പ്രബീറിനെ കാരാഗൃഹത്തിൽ അടയ്ക്കുകയാണ് ചെയ്തത്. അതായത് ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടിക്കഴിഞ്ഞാൽ അത് ദേശദ്രോഹമാണെന്ന് സ്ഥാപിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തമായിട്ട് വേണം പ്രബീറിന്റെ ഈ പറഞ്ഞ അറസ്റ്റിനെ കാണാൻ വേണ്ടി. ഞാൻ പാർലമെന്റിൽ ഉൾപ്പെടെ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ചൈനീസ് കമ്പനിയുടെ ചൈന എന്നുള്ളൊരു സാധനമാണ്. ചൈന എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദേശവിരുദ്ധതയുടെ ഒരു ഭാവം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് ബൈലാറ്റർ റിലേഷൻ ഉള്ളൊരു പാർട്ടിയാണ് BJP. അതായത് BJPയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഉഭയകക്ഷി ബന്ധങ്ങളുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്ദർശനം നടത്തുന്നുണ്ട്. BJPയുടെ പ്രതിനിധി സംഘം ചൈനയിലേക്ക് പോകുന്നുണ്ട്. ഇനി 2 കാര്യങ്ങൾ ഞാൻ പറയാം. റിസർവ് ബാങ്കിന്റെ അനുമതിയോടെ കേന്ദ്ര സർക്കാരിന്റെ നിക്ഷേപ നയപ്രകാരം സ്വീകരിച്ച മൂലധനമാണിത്, നിക്ഷേപമാണിത്, FTA ആണിത്. RBI തലയും കുത്തി നിന്ന് നോക്കി. അതായത് എന്തെങ്കിലും ഒരു ക്രമക്കേട് കണ്ടുപിടിക്കാൻ വേണ്ടി ഫോർമലായിട്ട് ഔപചാരികമായിട്ടുള്ള ബാങ്കിങ് ചാനലിലൂടെ ലഭിച്ച പണമാണ്. യഥാർത്ഥത്തിൽ ഇതിന്റെ ഒരു ഉറവിടത്തെ കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റും. എനിക്ക് ഇവരെയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്താ കാരണം ഇനി ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ട്. പക്ഷെ എന്റെ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു ചൈന എന്നുള്ള ഒരു എന്താ പറയാ ഒരു ബിംബം ഉണ്ടാക്കിയിട്ട് ഒരു ഭയപ്പാടിന്റെ ഒരു അല സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആരെയും ജയിലിൽ അടയ്ക്കാമെന്നുള്ള ഒരു പ്രത്യേക ഒരു രീതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഡൽഹി പോലീസ് റെയ്ഡ് നടത്തേണ്ടത് പ്രധാനമന്ത്രിയുടെ കാര്യാലയത്തിലാണ്. എത്രയോ ചൈനീസ് കമ്പനികളിൽ നിന്ന് പണം സ്വീകരിച്ച ഒരു സ്ഥാപനമാണ് PM കെയർ എന്ന് പറയുന്നത്. ആ പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചോ അതിന്റെ നിലവിലുള്ള അവസ്ഥയെക്കുറിച്ചോ പാർലമെന്റിൽ പോലും മറുപടി പറയാൻ തങ്ങൾ ബാധ്യസ്ഥരല്ല, അതൊരു സ്വകാര്യ ഫണ്ടാണെന്ന് പറയുന്നവരാണ് കേന്ദ്ര സർക്കാർ. ചിന്തിച്ചു നോക്കൂ,
ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേരിലുള്ള PM കെയർ അത് സ്വകാര്യ ഫണ്ടാണ്, അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ നൽകേണ്ടതില്ലെന്ന് പറയാനുള്ള ഒരു ധാർഷ്ട്യം പോലും കാണിക്കുന്നവരാണത് ഇവര്. 2, ചൈന പക്ഷക്കാരാണ് ആരാണ് യഥാർത്ഥത്തില് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് യഥാർത്ഥത്തിൽ അമേരിക്കയെ പോലും റീപ്ലേസ് ചെയ്ത് ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി. ആരുടെ കാലഘട്ടത്തിൽ? നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ ട്രേഡ് ഡെഫിസിറ്റ് എടുക്കുക, അതായത് വ്യാപാര കമ്മി എടുക്കുക. അവിടെയും 10 മടങ്ങായില്ലേ ഈ ചൈനയുമായിട്ടുള്ള വ്യാപാര കമ്മിയിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ചൈനയെ പിന്തുണച്ച ഇന്ത്യയിലെ ഒരു സർക്കാർ എന്നുള്ള ടാഗുള്ള ഈ കേന്ദ്ര സർക്കാർ ചൈന എന്നുള്ള ഒരു ഉമ്മാക്കി കാണിച്ച് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ കടക്കിലാണ് കത്തിവെച്ചത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു നിമിഷമാണത്, മുഹൂർത്തമാണത്. പക്ഷെ പ്രബീറിനെ മോചിപ്പിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളെ മോഡിയുടെ കെട്ടുപാടിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് തുല്യമാണ്. ഗോദി മീഡിയയ്ക്ക് ഒരു പുനർചിന്തനത്തിനുള്ള വഴി ഒരുക്കേണ്ട ഒരു ഘട്ടമാണിത്. അവർ യഥാർത്ഥത്തിൽ ആത്മപരിശോധന നടത്തണം. ഭരണാധികാരിക്ക് വേണ്ടി ഇങ്ങനെ കീഴ്പ്പെട്ട് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം യഥാർത്ഥത്തിൽ അവർ അഡ്രസ് ചെയ്യേണ്ട ഒരു മുഹൂർത്തമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ശരി, ശ്രീ ജോൺ ബ്രിട്ടാസ്, ഏതായാലും ഈ ചർച്ചയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ചർച്ചയുടെ ഭാഗമാകേണ്ടി വരുന്ന നിശ്ചയമായും നിരീക്ഷിക്കേണ്ടതായിട്ടുള്ള നിരവധി ഘടകങ്ങൾ സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ വന്ന ദിവസം പ്രബീറിനെ ജയിലിൽ അടച്ചത് അത് നിയമവിരുദ്ധമായിട്ടാണ് എന്ന് കണ്ടെത്തി ജാമ്യം നൽകുന്ന ഒരു നില സുപ്രീം കോടതി സ്വീകരിച്ചു. അത് ഈ സർക്കാരിന് തുടർച്ചയായി ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തിരിച്ചടികളിലെ ഏറ്റവും ഒടുവിലത്തേതാണ്. ഞാൻ നമ്മളുടെ മറ്റ് പാനലിസ്റ്റുകളിലേക്ക് പോകുമ്പോൾ ആദ്യം അനുഷയിലേക്കൊന്ന് പോകാം. അനുഷ ന്യൂസ് ക്ലിക്കിൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്ത മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് ഞാൻ അനുഷയിലേക്ക് വന്നാൽ, അനുഷ, ഇന്ന് ഈ ദിവസം അനുഷയെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായ ഒരു ദിവസം ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇന്ന് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കുറേയധികം പോസിറ്റീവായിട്ടുള്ള ഡെവലപ്മെന്റ്സ് ഒക്കെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള ഒരു ദിവസമാണ്. പ്രബീറിന് പുറത്തിറങ്ങുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നൊരു ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹം പുറത്തിറങ്ങുന്നതായിരിക്കും. അതിനുവേണ്ടി ആവേശത്തോടെ കൂടി ന്യൂസ് ക്ലിക്ക് എംപ്ലോയീസും അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റി എന്നുള്ള ആൾക്കാരും മാസ് മൂവ്മെന്റ്സും ഒരുപാട് ആൾക്കാർ അദ്ദേഹത്തെ കാത്ത് രോഹിണി ജയിലിന്റെ പുറത്ത് നിൽപ്പുണ്ട്. അവിടെ ഇല്ലാതെ പോയതിന്റെ ഒരു ചെറിയ സങ്കടം മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വളരെ ആവേശകരമായിട്ടുള്ള ഒരു ദിവസമാണ്. ഇപ്പം ജോൺ ബ്രിട്ടാസ് പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് ശേഷം അതൊരു നമ്മൾ പറയും എപ്പോഴും ഒരു കറുത്ത അധ്യായമാണ്, അൺഡിക്ലെയർഡ് ആയിട്ടുള്ള ഒരു അടിയന്തരാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ജാലിയൻ വാലാബാഗിന് സമാനമായിട്ടുള്ള തരത്തിൽ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോവുക, ഓഫീസ് ഫംഗ്ഷൻ ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, അതുപോലെ തന്നെ കാരണങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നു അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് കാരണം ഇതൊന്നും പറയാതെ നടത്തിയിട്ടുള്ള ഒരു വലിയൊരു ആക്രമമായിരുന്നു ഫ്രീഡം ഓഫ് പ്രസിന്റെ മുകളിൽ. അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വെച്ച് കഴിഞ്ഞാല് ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഒരു മെയിൻ സ്ട്രീം മീഡിയ പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഒരു മീഡിയ ചാനൽ പോലെയൊന്നുമല്ല. എപ്പോഴും ജനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് പീപ്പിൾസ് വോയിസ് ലിറ്ററൽ മീനിങ്ങിൽ മുന്നിൽ നിർത്തിക്കൊണ്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ന്യൂസ് ക്ലിക്ക്. ഇന്ത്യയിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും ആദ്യത്തെ ഒരു വെബ് പോർട്ടൽ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഗരാജിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ചെറിയൊരു പോർട്ടൽ നിന്ന് 5 മില്യൺ വ്യൂവർഷിപ്പ് ഉള്ള ഒരു വലിയ ചാനലിലേക്ക് അത് വളർന്നു വന്നത് ഈ പറഞ്ഞിട്ടുള്ള എന്താ പറയാ ഒരു നോവലിന് സമാനമായിട്ടുള്ള ഒരു തിരക്കഥ ഉണ്ടായത് കൊണ്ടൊന്നുമല്ല. അത് ആൾക്കാരുടെ വിഷയങ്ങളെ അത് വളരെ കൃത്യമായിട്ട് ജനമധ്യത്തിലേക്ക് എത്തിക്കുന്നു, അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ ചോദ്യം ചെയ്യുന്നു. ഇന്നലെ ഒന്നും ചോദ്യം ചെയ്യാൻ തുടങ്ങിയതല്ല പ്രബീർ. 2014 ശേഷം പൊട്ടിമുളച്ചു വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും അല്ല ന്യൂസ് ക്ലിക്ക്. ഇത് നിരന്തരമായിട്ട് കാലാകാലങ്ങളായിട്ട് സിസ്റ്റമിക് ആയിട്ടുള്ള പ്രശ്നങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് വരികയാണ്, വിവിധ തരം സർക്കാരുകളെ ചോദ്യം ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ന്യൂസ് ക്ലിക്കിന്റെ മേളിൽ നടന്നിട്ടുള്ള ഒരു വലിയ അക്രമമായിരുന്നു. ആ അക്രമത്തിൽ കുറച്ച് ഡിലേഡ് ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ആണ്. എന്നിരുന്നാൽ പോലും ജസ്റ്റിസ് വന്നിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹം പുറത്തിറങ്ങുന്നത് നൈറ്റ് കാത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ
നിശബ്ദമാക്കാൻ പറ്റിയിട്ടില്ല ന്യൂസ് ക്ലിക്കിനെ. ഇത്രയും കുറച്ച് ശബ്ദത്തിന്റെ ഗാംഭീര്യം കുറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ന്യൂസ് ക്ലിക്ക് ഈസ് ഗോയിങ് ടു റോർ എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഭയങ്കര സന്തോഷമായിട്ട്. തീർച്ചയായും അതിൻ്റെ എല്ലാമായിട്ടുള്ള പ്രബീർ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ന്യൂസ് ക്ലിക്ക് കൂടുതലായി, പ്രത്യേകിച്ച് ഈ ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ഇനിയുള്ള ഘട്ടങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ ശക്തമായി മുൻപിലേക്ക് വരും എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ അനുഷ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ അദ്ദേഹം ജയിൽ മോചിതനാകും എന്നതുകൂടി ഈ ചർച്ചയുടെ ഭാഗമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു പ്രധാനപ്പെട്ട വിവരം തന്നെയാണ്. ഞാൻ ശ്രീ അനിൽകുമാർ നമ്മൾക്ക് പോകുന്നുണ്ട്, ഷാജി ജോസഫുണ്ട്, ഞാൻ BJP പ്രതിനിധി ശ്രീ വിഷ്ണുവിലേക്ക് പോയ ശേഷം നിങ്ങളിലേക്ക് വരികയും ചെയ്യാം. ഇവിടെ വിഷ്ണു, വലിയ തോതിലുള്ളൊരു തിരിച്ചടിയാണ്. ഇപ്പോൾ നോക്കൂ, ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഏറ്റവും ശക്തമായ അഴിമതി കണ്ടെത്തി അതിലൂടെ ഒരു വിധി, അങ്ങനെ മോദി സർക്കാരിന് തിരിച്ചടി. അതുപോലെ തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ വേട്ടയാടുന്ന ഭരണകൂട സംവിധാനങ്ങളെ, ഈ പറഞ്ഞ പോലെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് വേട്ടയാടുന്നതിനെതിരായിട്ടുള്ള വിധിയാണ് അരവിന്ദ് കെജ്രിവാളിൽ ഉണ്ടായത്. നിങ്ങൾക്കൊപ്പം മാധ്യമങ്ങൾ നിന്നില്ലെങ്കിൽ ഇതായിരിക്കും അനുഭവം എന്ന മുന്നറിയിപ്പും സന്ദേശവും നൽകുന്ന പ്രബീറിൻ്റെ അറസ്റ്റ്, ആ നടപടി അതിനേറ്റ കനത്ത തിരിച്ചടിയാണ് പ്രബീർ ഇപ്പോൾ ജയിൽ വിട്ട് പുറത്തേക്ക് വരുന്ന സുപ്രീം കോടതിയുടെ ഇടപെടൽ. സുപ്രീം കോടതി അങ്ങനെ ശക്തമായി ഇടപെടുകയാണ് ഈ സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ, ഭരണഘടനാ വിരുദ്ധ നടപടികൾക്കെതിരെ. അതിലെ ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ് ഈ ദിവസവും BJPക്കും മോദി സർക്കാരിനും ലഭിച്ചിട്ടുള്ളത്. ശരത്തെ, BJPക്കോ സർക്കാരിനോ യാതൊരുവിധ തിരിച്ചടിയുമില്ല. അദ്ദേഹത്തിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് UAP അടക്കം സർക്കാർ ചുമത്തിയിരുന്നു. ഇത്രയും നാൾ അദ്ദേഹം ജയിലിലായിരുന്നല്ലോ. ഇതിനിടയ്ക്ക് എപ്പോഴാണ് കോടതി ജാമ്യം നൽകിയത്? ഇല്ലല്ലോ, ഇതിനിടയ്ക്ക് ജാമ്യം നൽകിയില്ലല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായി കോടതി ജാമ്യം അപേക്ഷകൾ പലതവണ പരിഗണിക്കുമ്പോൾ ഒരിക്കൽ ജാമ്യം കൊടുക്കാറുണ്ട്. നമ്മുടെ നാട്ടിൽ ആർക്കാ ജാമ്യം കിട്ടാത്തത്? കൊലക്കേസിലെ പ്രതികൾക്ക് ജാമ്യം കിട്ടാറില്ലേ? മറ്റ് അതിനേക്കാൾ ഭീകരമായ കേസുകളിലെ പ്രതികൾക്ക് പോലും കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാറുണ്ട്. ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി എന്നല്ല, സ്വാഭാവികമായി കോടതിയിൽ നിന്ന് ഒരു പൗരന് ലഭിക്കുന്ന കാര്യം മാത്രമാണ്. അത് എത്രയോ കോടതികളിൽ എത്രയോ പേർക്ക് ജാമ്യം കിട്ടുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയതെന്നുണ്ടെന്നും BJPക്ക് തിരിച്ചടിയല്ല, കേന്ദ്ര സർക്കാരിനും തിരിച്ചടിയല്ല, ഈ കേസിനെ യാതൊരു വിധത്തിലും ബാധിക്കുന്ന കാര്യമില്ല. കേസിൻ്റെ മെറിറ്റ് അവിടെ തന്നെ നിൽക്കുന്നല്ലോ. കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകളുണ്ടായി എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ലല്ലോ. അതിൻ്റെ ഫാക്റ്റുകളെയൊന്നും കോടതി ഖണ്ഡിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു സ്വാഭാവികമായ ഒരു നടപടിക്രമം മാത്രമാണ്. ആ നടപടിക്രമത്തെ മുഴുവൻ നിങ്ങൾ പർവ്വതീകരിച്ച് എന്തോ വലിയ അത്ഭുതം ഇവിടെ നടന്നിരിക്കുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ്. ന്യൂസ് ക്ലിക്കിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി കൃത്യമായ ആക്ഷേപങ്ങളുണ്ട്. ആ ആക്ഷേപങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. സർക്കാർ ഫയൽ ചെയ്ത ആക്ഷേപങ്ങൾ ഏതെങ്കിലും കോടതി റദ്ദാക്കിയിട്ടുണ്ടോ? 1.25 കോടി രൂപ ചൈനീസ് കമ്പനിയിൽ നിന്ന് അമേരിക്ക വഴി കൈപ്പറ്റുകയും ഈ രാജ്യവിരുദ്ധമായ നിരവധി വാർത്തകൾ പടച്ചുവിടുകയും ചെയ്തതാണ് ന്യൂസ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഹുവായ് കമ്പനിക്ക് വേണ്ടി ചെയ്ത പണികളുണ്ടല്ലോ. ആസ്ട്രേലിയയിൽ ഇന്ത്യയുടെ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വ്യാജ വാർത്തകൾ നിരന്തരം സൃഷ്ടിക്കുന്നു. ഈ രാജ്യത്ത് അപകടകരമായ വിധത്തിൽ പല കാര്യങ്ങളും നടക്കുന്നെന്ന് വാർത്തകൾ സൃഷ്ടിക്കുന്നു. അങ്ങനെ നിരവധി ആക്ഷേപങ്ങൾ ഈ ന്യൂസ് ക്ലിക്കിനെതിരെ ഉണ്ട്. ഈ രാജ്യത്തിനെതിരെ നിരവധി ആർട്ടിക്കിളുകൾ, രാജ്യവിരുദ്ധമായ ലേഖനങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നതിൽ ന്യൂസ് ക്ലിക്കിന് വ്യക്തമായ പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സർക്കാർ അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടത്. അങ്ങനെ ഏതെങ്കിലും മാധ്യമങ്ങൾ വിദേശ ഫണ്ട് അന്യായമായി സ്വീകരിച്ച് രാജ്യത്തിനെതിരായ വാർത്ത സ്വീകരിച്ചാൽ, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നൊക്കെ ഫണ്ട് വരുമ്പോൾ അതീവ ശക്തമായും സുരക്ഷത്തോടുകൂടി തന്നെ സർക്കാർ അതിനെ നിരീക്ഷിക്കാറുണ്ട്. അതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഇനിയും സർക്കാർ അത്തരത്തിലുള്ള നടപടികളുമായി ശക്തമായി മുന്നോട്ട് പോകും. അതിൽ ജാമ്യം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം പരിശുദ്ധരാക്കി തീർക്കുക എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ജാമ്യം പല കേസുകളിലും പലരും കിട്ടാറുണ്ട്. ഇനിയും ചിലപ്പോൾ പലർക്കും കിട്ടിയെന്നിരിക്കും. പക്ഷേ കേസിന്റെ മെറിറ്റിനെയൊന്നും ഒരു ഘട്ടത്തിലും ഇതൊന്നും ബാധിക്കുന്ന കാര്യമേ അല്ല. എന്താണ് ശ്രീ അനിൽകുമാർ ഇതിന് താങ്കളുടേതായ മറുപടി? കാരണം കേസിൻ്റെ മെറിറ്റ് അവിടെ നിൽക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കിട്ടുന്ന ഈ ജാമ്യത്തിലൂടെ പരിശുദ്ധരാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ കേസിൻ്റെ ഗൗരവമായ വശങ്ങൾക്ക് ഒരു ഇളക്കവും തട്ടാതെ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതൊരു സർക്കാരിന് തിരിച്ചടിയായി BJP കാണാൻ തയ്യാറുമല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 19, 21, 22 3 വകുപ്പുകൾ സംബന്ധിച്ച വ്യാഖ്യാനങ്ങളിലാണ് ഈ വിധി ഉണ്ടായിരിക്കുന്നത്. ആദ്യമേ തന്നെ പറയട്ടെ, ഇന്ത്യൻ ഭരണഘടനയിലെ 21-ാം വകുപ്പെന്ന് പറയുന്ന ആ വകുപ്പിൽ റൈറ്റ് ടു ലൈഫ് എന്ന വിഷയം ആദ്യമായിട്ട് ഇന്ത്യ രാജ്യത്ത് ഉയർത്തിയ നേതാവിൻ്റെ പേര് AK ഗോപാലൻ എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം. അദ്ദേഹം 1947 ആഗസ്റ്റ് 15 ജയിലിലായിരുന്നു. ആ ജയിലിൽ കിടന്നുകൊണ്ട് അദ്ദേഹം AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ്, ആ കേസിലാണ് റൈറ്റ് ടു ലൈഫ് എന്ന വിഷയം മഹാനായ AKജി ഉയർത്തുന്നത്.
അത് പിന്നീട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനാ നിർമ്മാണത്തിൽ ഏറ്റവും നിർണായകമായ അടിക്കല്ലായ കേസായി മാറി. ആ കമ്മ്യൂണിസ്റ്റുകാരനായ AKG മുതൽ ഇന്ന് പുറത്തിറങ്ങാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായ CPIM അംഗമായ സഖാവ് പ്രബീർ പുർകായിസ്ത വരെയുള്ള ഉജ്ജ്വലന്മാരായ നേതാക്കന്മാർ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കാനും അതിനെ വിപുലപ്പെടുത്താനും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ ഒരു പോരാട്ടത്തിൻ്റെ ഒരു സായാഹ്നത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കനലൊരു തരിമതി എന്ന് പറയുന്നു. എന്താ കനലൊരു തരിമതി എന്ന് പറയുന്നത്? പ്രബീറിൻ്റെ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞൊരു കനൽ മാത്രമാണ്. ഇവിടെ നിങ്ങൾ വിലക്കെടുത്തിട്ടുള്ള ഗോദി മീഡിയയുടെ കോടിക്കണക്കിന് കോർപ്പറേറ്റ് മാധ്യമങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ പ്രബീറിൻ്റെ ഈ ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന ഓൺലൈൻ പോർട്ടൽ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അവരെ എന്തിനാണ് ഇങ്ങനെ കടന്നാക്രമിച്ചത്? അത് മോഹൻ ഭഗവത് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർക്കൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്, അവർ കൾച്ചറൽ മാർക്സിസ്റ്റാണ്, അതിനൊന്ന് കൈകാര്യം ചെയ്യണം. അങ്ങനെ മോഹൻ ഭഗവതിൻ്റെ ആഹ്വാനപ്രകാരം കൾച്ചറൽ മാർക്സിസ്റ്റുകാരെ കൈകാര്യം ചെയ്യാനാണ് പാർട്ടി നേതാവായ സഖാവ് പ്രബീറിനെ അകത്തിട്ടത്. 2 കൊല്ലമായി ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ സഖാവ് ബ്രിട്ടാസ് പറഞ്ഞ പോലെ ഏത് ചൈനീസ് കമ്പനി? റിസർവ് ബാങ്ക് അനുമതി തന്നിട്ടില്ലേ? RBIയുടെ അനുവാദത്തോടു കൂടിയല്ലേ? FEMA കേസുണ്ടോ? ഞാൻ ഈ ചർച്ചയിൽ ചോദിക്കുന്ന ചോദ്യം, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട് ലംഘിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അങ്ങനത്തെ ആരോപണം ഇതിനകത്തില്ല. FEMA ഇല്ലാത്തതിന് കാരണം എന്താണ്? റിസർവ് ബാങ്കിൻ്റെ അനുമതിയുണ്ട്. റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി നിങ്ങൾക്ക് വിദേശത്ത് പണം കൊണ്ടുവന്നാൽ പിന്നെ നിങ്ങൾക്ക് എന്താ ഉത്തരവാദിത്വം? ഏത് കുറ്റത്തിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? അങ്ങനെ അറസ്റ്റ് ചെയ്യത്തക്ക കുറ്റമുണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇപ്പോൾ കോടതി പുറത്തുവിട്ടത്? ഞാൻ ആ വിധിന്യായത്തിലൊരു വകുപ്പ് ഞാൻ പറയാം, 53-ാം വകുപ്പ്. അത് വായിക്കുമ്പോൾ ബഹുമാനപ്പെട്ട BG വിഷ്ണു ഒന്ന് കേൾക്കണം. ദോ വി വുഡ് ഹാവ് ബീൻ പെർസുവേഡഡ് ടു ഡയറക്ട് ദി റിലീസ് ഓഫ് ദി അപ്പലന്റ് വിത്തൗട്ട് റിക്വയറിംഗ് ഹിം ടു ഫർണിഷ് ബെയിൽ ബോൺസ് ഓഫ് സെക്യൂരിറ്റി. അതിനർത്ഥം എന്താണ്? ഒരു ജാമ്യമില്ലാതെ അദ്ദേഹത്തെ പുറത്തേക്ക് വിടുന്നതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കുറ്റപത്രം കോടതി കൊടുത്തിരിക്കുന്നതുകൊണ്ട് തൽക്കാലം ജാമ്യക്കാരെ കൂടെ കൊടുത്തേക്ക് കേട്ടോ. ഇതാണ് കോടതി വിധി. നിങ്ങൾ കുറ്റപത്രം കൊടുത്തത് കൊണ്ട് 2 ജാമ്യക്കാരെയും കൊടുത്തേര്. കുറ്റപത്രം കൊടുത്തില്ലായിരുന്നെങ്കിലോ? കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെ പുറത്തേക്ക് ഇറക്കി വിഴുകൊല്ലം കയറി ജയിലിൽ കെട്ടിട്ട് പുറത്തേക്ക് ഇറക്കി വിട്ട പോലെ പ്രബീറിനെ പുറത്തേക്ക് ഇറക്കി വിടും. സത്യേന്ദ്ര ജെയിനിൻ്റെ കേസിൽ എന്താ സുപ്രീം കോടതി പറഞ്ഞത്? ഈ മനുഷ്യനെ എന്തിനാണ് നിങ്ങൾ 1 കൊല്ലം പിടിച്ചിട്ടത്? സത്യേന്ദ്ര ജെയിനിൻ്റെ കേസ് ചോദിച്ചോ? ആം ആദ്മി പാർട്ടി നേതാവിൻ്റെ കേസിനകത്ത് എന്താ യാഥാർത്ഥ്യം? ഇവിടെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ചൈന എന്ന് പറഞ്ഞാൽ ഉടനെ പകച്ചു പോകരുത്. അമേരിക്കയിലുള്ള മുഴുവൻ മനുഷ്യന്മാരും ചാരന്മാരല്ലെന്നേ. അമേരിക്കയിലുള്ള മുഴുവൻ മനുഷ്യന്മാർ ഇന്ത്യക്കെതിരല്ലെന്നേ. അമേരിക്കയെ പ്രവർത്തിക്കുന്ന എത്രയോ ജനാധിപത്യ വിശ്വാസികൾ അമേരിക്കൻ ഭരണകൂടത്തിനെതിരാണ്. അമേരിക്കൻ ഭരണകൂടത്തിനെതിരായ അമേരിക്കയിൽ തന്നെ സർവകലാശാലകളിൽ ഇപ്പം തന്നെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കില്ലേ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കില്ലേ? അപ്പോൾ അമേരിക്കൻ പൗരെന്ന് കേട്ടാൽ ഉടനെ ഇന്ത്യയുടെ ദേശീയത തളപ്പിക്കണ്ട. ഇനി ചൈനയെന്ന് കേട്ടാൽ നരേന്ദ്രമോദിക്ക് PM കെയർ ഫണ്ടിൽ നിന്ന് ചൈനയിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ ഒരു പാടുമില്ലായിരുന്നല്ലോ. അത് ജോൺ ബ്രിട്ടാസ് ലോകസഭയിൽ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ചൈന എന്ന് പറഞ്ഞാൽ അങ്ങ് തിളക്കണ്ട. ഇവിടെ കൃത്യമായ പ്രശ്നം എന്താണ്? എന്താ ഇന്നത്തെ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനം? ഒക്ടോബർ 3-ാം തീയതി ഒരു സംഭവം ഉണ്ടായി. പ്രബീറിനെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടുവച്ചു. അപ്പോൾ അവിടെ ഹൈക്കോടതി നേരത്തെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്, പ്രബീറിന് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് നിലവിലുണ്ടായിരുന്ന കേസിൽ. അപ്പോൾ പ്രബീറിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് വേറൊരു FIR ഉണ്ടാക്കുന്നു, എന്നിട്ട് വേറൊരു റിമാൻഡ് അപേക്ഷ ഉണ്ടാക്കുന്നു. എന്നിട്ട് പ്രബീറിൻ്റെ വക്കീലിനെ അറിയിക്കാതെ വെളുപ്പിനെ 6 മണിക്ക് മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുവരുന്നു. 6 മണിക്ക് മജിസ്ട്രേറ്റ് ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുന്നു. റിമാൻഡ് ചെയ്ത് കഴിഞ്ഞ് 7 മണിയായപ്പോൾ പ്രബീറിൻ്റെ അഡ്വക്കേറ്റിൻ്റെ വാട്സപ്പിലേക്ക് ഈ റിമാൻഡ് അപേക്ഷയുടെ കോപ്പിയും FIRൻ്റെ കോപ്പിയും സെൻഡ് ചെയ്യുന്നു. അപ്പോൾ 6 മണിക്ക് തന്നെ ബെയിൽ ആപ്ലിക്കേഷൻ അനുവദിച്ചു കഴിഞ്ഞു, ജയിലിലേക്ക് വിട്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ കള്ളത്തരം പിടിക്കപ്പെട്ടുന്ന ഘട്ടം വന്നപ്പോൾ ജഡ്ജി എന്ത് ചെയ്തു? ജഡ്ജി ആ റിമാൻഡ് ഓർഡറിനകത്ത് തിരുത്തൽ വരുത്തി. നിങ്ങൾ ആ ജഡ്ജ്മെൻറ്റിൻ്റെ 4-ാമത്തെ പേജിനകത്ത് ആ റിമാൻഡ് ഓർഡർ ജഡ്ജിയുടെ കൈപ്പടൽ എഴുതിയിട്ടുണ്ട്. നീതിന്യായ പീഠങ്ങളെപ്പോലും കോടതികളെപ്പോലും ഇവിടുത്തെ അമിത്ഷായുടെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ റാഞ്ചിക്കൊണ്ടുപോയതിൻ്റെ തെളിവല്ലേ ഇത്? അതിൻ്റെ ഭാഗമായി നിയമവിരുദ്ധമായി സുപ്രീം കോടതിയുടെ വിധിയെ ലംഘിച്ചതിൻ്റെ തെളിവല്ലേ ഇത്? അതിനാവർത്തിച്ച് താഴത്തെ കോടതി, അതിൻ്റെ മേലെ സെഷൻസ് കോടതി, അതിൻ്റെ തൊട്ടുമേലെയുള്ള ഹൈക്കോടതി, ഈ 3 കോടതികൾ നീതി കൊടുക്കാതെ വന്നപ്പോഴാണ് സുപ്രീം കോടതി ഇടപെട്ട് സവിശേഷ നീതി. ഞാനൊരു കേസിനകത്ത് സുപ്രീം കോടതി പറഞ്ഞ കാര്യം ഞാൻ കൊണ്ട് പറയാം, EDയോട് പറഞ്ഞ കാര്യം പറയാം. EDയോട് എന്താ പറഞ്ഞറിയാമോ? ഉചിതമായ കേസിൽ നിങ്ങളെ ഞങ്ങൾ പിടിക്കും. സുപ്രീം കോടതി ആദ്യം ഇറങ്ങി തിരിച്ചല്ല. ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് എന്താണെന്ന് സുപ്രീം കോടതിക്ക് മനസ്സിലായി. ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുക എന്ന് മാത്രമല്ല,
ഇനിയൊരു അവസരം മോദിക്ക് കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടനയിലെ സുപ്രീം കോടതി സുപ്രീം അല്ലാതായിത്തീരും. ഈ യാഥാർത്ഥ്യബോധമുള്ള ഉൾബോധമുള്ള ഒരു സുപ്രീം കോടതിയാണ് വളരെ കൃത്യമായി കേജ്രിവാളിനെ എന്തിനാ തുറന്നു വിട്ടത്? പോയി തല്ലിയിട്ട് വരാനാ പറഞ്ഞത്. നരേന്ദ്രമോദിയുടെ ചെവിയുടെ കുറ്റിക്ക് 2 അടി കൊടുത്തിട്ട് വരൂ, തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾ പോയി യുദ്ധം ചെയ്തിട്ട് വരൂ, എന്നിട്ട് 1-ാം തീയതി തിരിച്ചു വന്ന് കയറിക്കോ, കുഴപ്പമില്ല, അതിനു മുന്നേ ഞങ്ങൾ വേറൊരു ഉത്തരവ് ഇടാൻ പോവുകയാണ്. ഇതാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഒരു ജാമ്യം കിട്ടിപ്പോയി. ഇത് ജാമ്യമല്ല, ജാമ്യാപേക്ഷയിൽ വിധിയില്ല, ഇത് ജാമ്യാപേക്ഷ അല്ല. അറസ്റ്റ് ചോദ്യം ചെയ്യുന്ന റിട്ട് ഹർജിയാണ്, ജാമ്യാപേക്ഷ കൊടുത്തിട്ടില്ല. യെസ്, നേരത്തെ കെജ്രിവാളിൻ്റെ കാര്യത്തിലും സമാനമായൊരു സാഹചര്യം രൂപപ്പെട്ടിരുന്നു. ഇനി ശ്രീ ഷാജി ജോസഫും ശ്രീ കെ ജെ ജേക്കബും കൂടി ചർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീ ഷാജി ജോസഫ്, ഈ കേസിൽ ഇപ്പോഴത്തെ ഈ സുപ്രീം കോടതി ഇടപെടൽ, നേരത്തെ ശ്രീ അനിൽകുമാർ പറഞ്ഞ പോലെ ഇപ്പോൾ ജനാധിപത്യം തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ മോദി സർക്കാരിനെതിരായിട്ടുള്ളൊരു വലിയ കൂട്ടായ്മ രാജ്യത്ത് വളരെ സജീവമായി മുന്നോട്ട് പോകുന്നു. അത് വലിയ മാറ്റം, വലിയ പ്രതീക്ഷ, BJPക്കെതിരായ ഒരു മൂവ്മെൻറ്റ് കാര്യമായി ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്ന ഒരു ശക്തമായ തോന്നലോ ബോധ്യമോ രാജ്യത്താകെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. മറുഭാഗത്ത് സുപ്രീം കോടതി നിരന്തരം ഇടപെടുന്ന ഒരു സാഹചര്യം വരുന്നു. മോദി സർക്കാരിൻ്റെ പല നടപടികളെയും തിരുത്തിക്കുന്നു. അതിൽ നിയമപരമായ തിരുത്തലും അതിർത്തിയും രേഖപ്പെടുത്തുന്ന സവിശേഷമായൊരു ഘട്ടത്തിലൂടെ സുപ്രീം കോടതി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേർത്തെ ഈ ഒരു കേസിൽ ഇന്ന് വന്ന വിധി എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് BJPയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഇവിടെ വന്നിരിക്കുന്ന വിഷ്ണു ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്നതിനെക്കുറിച്ച് കൃത്യമായ ഗ്രാഹ്യമില്ലാതെയാണ് വന്നിരിക്കുന്നത്. ജാമ്യാപേക്ഷയല്ല, അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടില്ല, പ്രബീർ പുർക്കായസ്തിക്ക് ജാമ്യം കൊടുത്തിട്ടില്ല. കേസിൻ്റെ യാതൊരു തരത്തിലുള്ള കേസിൻ്റെ കണ്ടൻറ്റിനെക്കുറിച്ചും സുപ്രീം കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. ക്രിമിനൽ ജൂറിസ്പ്രുഡൻസിൻ്റെ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഹ്രസ്വമായ ഒരു നടപടി, അറസ്റ്റ് എന്ന് പറയുന്ന നടപടി, ആ നടപടി എടുക്കുമ്പോൾ പ്രോസിക്യൂട്ടിംഗ് ഏജൻസി, അത് ED ആണെങ്കിലും CBI ആണെങ്കിലും NIA ആണെങ്കിലും സ്വീകരിക്കേണ്ട ചില നിർദ്ദേശങ്ങൾ, ചില നടപടികൾ പങ്കജ് ബൻസൽ കേസിൽ സുപ്രീം കോടതി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രബീറിൻ്റെ കേസിൽ അത് സ്വീകരിച്ചിട്ടില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് പ്രബീറിനെ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണെന്നും എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിനെ റിലീസ് ചെയ്യുക എന്ന ഓർഡറാണ് കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതി. നമ്മൾ കരുതേണ്ട ഒരു കാര്യം, ഈ അറസ്റ്റ് ഇല്ലീഗലാണ് എന്ന ഒരു കാര്യം വരുമ്പോൾ അത് ലീഗലാണെന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം, ത്രഷോൾഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോസിക്യൂട്ടിംഗ് ഏജൻസിക്കാണ്. ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ താൻ അക്യൂസ്ഡ് ഇല്ലീഗലാണ് എന്ന ഒരു കാര്യം വരുമ്പോൾ അത് ലീഗലാണെന്ന് സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം, ത്രഷോൾഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോസിക്യൂട്ടിംഗ് ഏജൻസിക്കാണ്. ജാമ്യത്തിന് അപേക്ഷ കൊടുക്കുമ്പോൾ താൻ അക്യൂസ്ഡ് ജാമ്യം അർഹിക്കുന്നു എന്ന് തെളിയിക്കേണ്ടത് പ്രതിയുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി പ്രബീറിൻ്റെ ലോയർ കൃത്യമായി അറസ്റ്റിനെ ചോദ്യം ചെയ്തത്. കേജ്രിവാളിൻ്റെ കേസിലും അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കേസിൽ വിഷ്ണു പറഞ്ഞതുപോലെ നരേന്ദ്രമോദി ഗവൺമെൻറ്റിനോ BJPക്കോ യാതൊരുവിധ സെറ്റ് ബാക്കും ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയാനുള്ള കാരണം, അദ്ദേഹം കൃത്യമായി നിർവചിച്ചു, ജാമ്യം എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ, അങ്ങനെ ഒരു ജാമ്യമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇത് ജാമ്യമല്ല വിഷ്ണു. പ്രോസിക്യൂട്ടിംഗ് ഏജൻസിയെ ഗൈഡ് ചെയ്യുന്ന ഹോം മിനിസ്ട്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏജൻസി, നമ്മൾ ഓർക്കണം, ഈ കേസിൻ്റെ വളരെ വിചിത്രമായ ഒരു കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ചൈന കഥയാണ് പറഞ്ഞിരുന്നത്, ഫണ്ടിങ് കഥയാണ് പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തെ ചാർജ് ചെയ്തിരിക്കുന്നത് UAPAയുടെ സെക്ഷൻ 13, 16, 17, 18, 22 സെക്ഷനും IPCയുടെ 153(b)യും 153(a)യും 120(b)യുമാണ്. അപ്പോൾ നിങ്ങൾ കരുതണം,
എത്ര കാപട്യം നിറഞ്ഞ ഒരു നീക്കമാണ് പ്രബീറിനെതിരെ നടന്നത്. നിയമവ്യവസ്ഥയെ തച്ചുടച്ചുകൊണ്ട് എന്തുമാകാം എന്ന ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്ന പ്രബീറിനെ പോലെയുള്ള ആളുകളെ ഇല്ലാതാക്കാനും അതിലൂടെ മറ്റ് മാധ്യമപ്രവർത്തകർക്ക് തങ്ങളുടെ വഴിയെ വരാത്ത തങ്ങളെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകരുടെ ജീവിതത്തിൽ അവരുടെ പ്രവർത്തനത്തിൽ ഭീതിയുടെയും ഭീഷണിയുടെയും ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നത്. അതിനേറ്റ പ്രഹരമാണ് ഇന്നത്തെ വിധി. റൈറ്റ്. ആ നിലയ്ക്ക് ഷാജി ജോസഫ് ഇപ്പോൾ പറഞ്ഞ പോലെ തിരിച്ചടി എന്നത് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാത്രം പോകുന്നതല്ല, അതിന് വിപുലമായ ഒരു തലമുള്ളത് കൂടിയാണ്. ശ്രീ കെ ജെ ജേക്കബ്, ഇവിടെ ഈ വിധികൾ എന്ന് പറയുമ്പോൾ നിരന്തരമായി ഗൗരവമായ വിധികൾ പലതും വന്നു. അതിപ്പോൾ അഴിമതി തുറന്നു കാട്ടപ്പെടുന്ന ഇലക്ട്രൽ ബോണ്ട് കേസിൽ വന്നു. അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിൽ നമുക്കറിയാം പ്രതിപക്ഷ രാഷ്ട്രീയത്തെ വേട്ടയാടുന്നതിനെതിരായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു കോടതിയുടേത്. ഇപ്പോൾ മാധ്യമലോകവുമായി ബന്ധപ്പെട്ടുള്ളതാണ്. സ്വതന്ത്രമായി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ ഇതാണ് അവസ്ഥ എന്ന മുന്നറിയിപ്പ് നൽകുന്നതിനെതിരായിട്ടുള്ള ഒരു നീക്കം, ഇതെല്ലാം ആ തരത്തിലൊക്കെയുള്ള പ്രശ്നം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിൽ സുപ്രീം കോടതികൾ ഇടപെട്ട് ശക്തമായ വിധികൾ, ഉത്തരവുകൾ വരുമ്പോൾ എത്രമാത്രം വഴിവിട്ട് ഭരണഘടനാ വിരുദ്ധമായി, ചട്ടവിരുദ്ധമായി, നിയമവിരുദ്ധമായി ഏജൻസികളെ ദുരുപയോഗിക്കുന്നു എന്നത് സംബന്ധിച്ച് നാടിന്, രാജ്യത്തിന് വളരെ പ്രകടമായി മനസ്സിലാക്കാൻ കഴിയുന്നു എന്നതാണോ ഈ വിധികളുടെ, സുപ്രീം കോടതി ഇടപെടലിൻ്റെ ഏറ്റവും കാതലായ വശം? എക്സാക്ട്ലി, അതാണ് അതിൻ്റെ പ്രശ്നം. ശ്രീ വിഷ്ണു പറഞ്ഞതുപോലെ ഇതൊരു ജാമ്യമല്ല, അറസ്റ്റ് ക്യാൻസലാക്കുകയാണ് ചെയ്തിരിക്കുന്നത് സുപ്രീം കോടതി. ആ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാകുന്നത്? നമ്മൾ ഇതിനകത്ത് കാണേണ്ട കാര്യം, ഇപ്പോൾ സുപ്രീം കോടതി, ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന നിയമങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് PMLA ആക്ടാണ്, കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം, പിന്നെ UAPA. ഈ നിയമങ്ങളുടെ പ്രത്യേകത എന്നുള്ളത് ഇതിൻ്റെ അകത്ത് പെട്ടാൽ പിന്നെ ജാമ്യം കിട്ടുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. 150 ദിവസത്തേക്ക് നോക്കുക വേണ്ട. അത് കഴിഞ്ഞിട്ട് PMLA കേസിലാണെങ്കിൽ നിങ്ങൾ നിരപരാധിയാണെന്ന് തെളിയിക്കാതെ നിങ്ങൾക്ക് ജാമ്യമില്ല. ഈ നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സർക്കാർ അതിൻ്റെ എതിരാളികളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇതേ കേസ് നമ്മൾ ഇപ്പം കണ്ടതെന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് UAPA നിയമപ്രകാരം ഒരാൾ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്തത് എന്ന് അയാളോട് പറയാനുള്ള ഉത്തരവാദിത്തം പോലീസിനുണ്ട്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്കുണ്ട്. എങ്കിൽ മാത്രമേ അയാൾക്ക് അയാളുടെ സ്വന്തം കാര്യം കോടതിയിൽ പറയാൻ പറ്റൂ. അതൊരു പൗരന് കൊടുക്കുക. അതായത് നിയമം വളരെ കർശനമായി ഭീകരന്മാരെ നേരിടാൻ വേണ്ടി എടുത്തിരിക്കുന്ന നിയമമാണ്. അപ്പൊ ആ നിയമം പ്രകാരം ഒരാൾ അറസ്റ്റിലായാൽ ജാമ്യം കിട്ടില്ല. പക്ഷേ അതിൽ നിയമം കൊടുത്തിരിക്കുന്ന, പൗരന് കൊടുത്തിരിക്കുന്ന ഒരു സുരക്ഷാ വാതിൽ എന്നുള്ളത് അയാളുടെ പേരിൽ എന്ത് കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അയാളോട് കൃത്യമായി പറയുകയും സ്വയം ഡിഫെൻഡ് ചെയ്യാൻ അയാൾക്ക് ഒരു അവസരം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് നിയമത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണ്. അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കണ്ടിട്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ അയാളുടെ അറസ്റ്റാണ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അറസ്റ്റ് നിയമവിരുദ്ധമാണ്, അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണ്. ഇപ്പോൾ ശ്രീ അനിൽകുമാർ പറഞ്ഞതുപോലെ ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ വെച്ച് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന നീതിയാണ് ഇപ്പോൾ അത് 2 കോടതികൾക്ക് ശേഷം സുപ്രീം കോടതിയിൽ എത്തിക്കഴിയുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നത്. നമ്മൾ ഇതിനകത്ത് കാണേണ്ട പാറ്റേൺ എന്നുള്ളത്, ഇതിൻ്റെ അകത്ത് ഈ ഒരു കേസ് അല്ല ഇത്. പ്രൊഫസർ GN സായിബാബയുടെ കേസിൽ ഇതേ കാര്യമാണ് നടന്നത്. ഇതേപോലെ ഡൽഹി സർവകലാശാലയിലെ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന, വീൽ ചെയറിൽ മാത്രം നടക്കാൻ പറ്റുമായിരുന്ന പ്രൊഫസർ സായിബാബയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ജീവപര്യന്തം ശിക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. അന്നും ഹൈക്കോടതി പറഞ്ഞ ഒരു കാര്യം, ഇദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഉത്തരവ് ഒരു പർട്ടിക്കുലർ ഏജൻസി, അതായത് കോമ്പറ്റീറ്റീവ് ഒരു കോമ്പറ്റന്റ് ഏജൻസി അദ്ദേഹത്തെ UAPA പ്രകാരം വിചാരണ ചെയ്യാൻ അനുമതി കൊടുക്കേണ്ടതുണ്ട്. അതില്ലാതെയാണ് അദ്ദേഹത്തെ വിചാരണ ചെയ്തത്. എന്ന് വെച്ചാൽ അന്ന് ആ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് പറഞ്ഞു, ഭീകരന്മാരെ നേരിടാൻ വേണ്ടി നിയമത്തിന്റെ ഏതറ്റം വരെയും പോകാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്, സർക്കാരിന് അവകാശമുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം പൗരന് നിയമം വെച്ച് നീട്ടിയിരിക്കുന്ന ചില സുരക്ഷിത അറകൾ, അത് സുരക്ഷിത വാതിലുകൾ അത് അടയ്ക്കുക എന്നുള്ളതല്ല. അതായത് ഇയാളുടെ പേരിൽ UAPA പ്രകാരം ചാർജ് ചെയ്യാവുന്നതാണ് എന്ന് ഒരു നിഷ്പക്ഷ ഏജൻസി വിലയിരുത്തി തീരുമാനിക്കണം എന്ന് നിയമത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം
പാലിക്കാതെ വന്നാൽ നിയമത്തിന്റെ ലംഘനമാണ്. സർക്കാരിന്റെ ഏജൻസിക്ക് നിയമലംഘനം സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് നാഗ്പൂർ ഹൈക്കോടതി 3-4 വർഷം മുമ്പ് പ്രൊഫസർ സായി ബാബയെ വിട്ടയച്ചത്. എന്താണ് സംഭവിച്ചത്? സുപ്രീം കോടതിയിലെ 2 ജഡ്ജിമാരെ രായ്ക്ക് രാമാനും പിറ്റേ ദിവസം രാവിലെ അവധി ദിവസത്തിൽ കേസെടുത്ത് അദ്ദേഹത്തെ വീണ്ടും ജയിലിലിട്ട് ഈ കേസ് വീണ്ടും പരിശോധിക്കാൻ വേണ്ടി ഹൈക്കോടതിയിലേക്ക് വിട്ടു. ഹൈക്കോടതി 2 മാസം മുമ്പാണ് വീണ്ടും ആ കേസ് കേട്ടിട്ട് 2 വിധത്തിൽ, ഒന്ന് വിചാരണയ്ക്ക് വേണ്ടി കൊടുത്തിരുന്ന വിചാരണ തന്നെ തെറ്റായിരുന്നു, ഈ അനുമതിയില്ലാതെ വിചാരണ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞു. 2, വിചാരണയിൽ പോലും അദ്ദേഹത്തിനെതിരെ ഒരു തെളിവും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഈ പ്രൊക്കാസ്തയുടെ കേസിൽ നമ്മൾ കാണുന്നത്. നിയമം എന്നുള്ളത് കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ളതാണ്, അല്ലാതെ നിയമത്തിന്റെ പേരിൽ ആളുകളെ അറസ്റ്റ് ചെയ്ത് ജയിലിട്ട് പൗരന്മാരെ പീഡിപ്പിക്കാനുള്ള ഒരു കാര്യമല്ല എന്ന് സുപ്രീം കോടതി നിരന്തരമായി കേന്ദ്ര സർക്കാരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. PMLA കേസിൽ സഞ്ജയ് സിംഗിന് ജാമ്യം കൊടുത്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു കഷണം തെളിവ് അദ്ദേഹത്തിന്റെ പേരിലില്ല, നിങ്ങൾ ഈ കേസിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ട് ഞങ്ങൾ അയാൾക്ക് ജാമ്യം കൊടുക്കും, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പം ഉച്ച കഴിഞ്ഞ് വരാൻ വേണ്ടി പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ ജാമ്യം കൊടുത്തോളാൻ പറഞ്ഞു. അതല്ലായിരുന്നെങ്കിൽ സുപ്രീം കോടതി എഴുതി വെച്ചേനെ ഇദ്ദേഹത്തിന്റെ പേരിൽ കേസില്ല എന്ന്. അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ അത് തന്നെയാണ് സംഭവിച്ചത്. നിയമത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെതിരെ സംസാരിക്കുന്ന ആളുകൾക്കെതിരെ അവരുടെ പേരിൽ കുറ്റം തെളിയിക്കുക എന്നുള്ളതല്ല സർക്കാരിന്റെ ആവശ്യം. കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം അവരെ ജയിലിലിട്ട് പീഡിപ്പിക്കുക, അത് കാണിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുക, സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ നിശബ്ദരാക്കുക. ഈ കളി വേണ്ട എന്നുള്ളതാണ് ഒരു 3-4 ജഡ്ജ്മെന്റായിട്ട് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP പ്രതിനിധി പറഞ്ഞതുപോലെ വളരെ ലളിതമായിട്ട് ഒരു കേസിലെ ജാമ്യം കൊടുക്കുക എന്നുള്ളതല്ല, നിയമവിരുദ്ധമായി പ്രവർത്തിച്ച കേന്ദ്ര ഏജൻസിക്കെതിരെയുള്ള സുപ്രീം കോടതിയുടെ ശക്തമായ താക്കീതാണ്. അദ്ദേഹത്തോട് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ചൈന എന്ന് പറയുന്നത് കേട്ടോ അദ്ദേഹം വളരെ പെട്ടെന്ന് ഞെട്ടരുത്. ഇന്ത്യയുടെ ഇന്നലത്തെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണറായിട്ട് ചൈന മാറിയിരിക്കുന്നു. അമേരിക്കയെ മാറ്റി ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ട്രേഡിംഗ് പാർട്ണർ. അതുകൊണ്ട് ചൈന എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സൂക്ഷിച്ച് പറയാൻ കൊള്ളാം. ദാറ്റ്സ് ബിസൈഡ് ദ പോയിന്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നിയമത്തിന്റെ ദുരുപയോഗം മൂലം, ദുരുപയോഗം എന്ന് പറഞ്ഞാൽ സാധാരണ ദുരുപയോഗമല്ല, അങ്ങേയറ്റത്തെ കാൽക്കുലേറ്റ് ചെയ്ത് രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാൻ വേണ്ടി നിയമത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ആളുകളെ ജയിലിട്ട് പീഡിപ്പിക്കുന്നത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഇവർ ഈ പ്രകാശയുടെ പേരിലോ അല്ലെങ്കിൽ സഞ്ജയ് സിംഗിന്റെ പേരിലോ ഈ ആം ആദ്മി പാർട്ടി നേതാക്കൾ ഇവരെ ഒന്ന് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്കറിയാം ശ്രീ ശിവശങ്കറിനെ ജയിലിട്ട് പീഡിപ്പിച്ചത് മുഴുവൻ ഒറ്റ വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിണറായി വിജയൻ എന്നൊരു വാക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ഈ കാലം മുഴുവൻ ജയിലിട്ട് പീഡിപ്പിച്ചത്. അഥവാ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ വേട്ടയാടി പിടിക്കാൻ നിയമത്തെ ദുരുപയോഗിക്കുന്ന പരിപാടി കേന്ദ്ര സർക്കാർ നിർത്തണം എന്നുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് ഇന്നിപ്പോൾ സുപ്രീം കോടതി നൽകി. ഇവിടെ അനുഷ, നേരത്തെ BJP പ്രതിനിധി വിഷ്ണു പറഞ്ഞൊരു കാര്യമുണ്ട്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു ഒരു മാധ്യമ സ്ഥാപനം, ന്യൂസ് പോർട്ടൽ എന്ന നിലയിൽ എന്നതടക്കമുള്ള പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി എന്ന നിലയിൽ ഒരു BJPയുടെ നറേറ്റീവ് ഉണ്ട്. ഇപ്പോഴും ആ കേസിൻ്റെ മെറിറ്റ് നിൽക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് നമ്മുടെ മുമ്പിലുണ്ട്. അതവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ ന്യൂസ് ക്ലിക്കിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചൊരു മാധ്യമപ്രവർത്തക എന്ന നിലയിലടക്കം ഇന്നത്തെ ഒരു ദിവസം അനുഷയിൽ നിന്ന് ചോദിക്കുക, എവിടെ ഇത് മോദിയൊക്കെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ രാജ്യത്തുള്ള ന്യൂസ് പോർട്ടലാണ്. എങ്ങനെയാണ് മോദിയുടെ ഭരണകൂടത്തിന് നിങ്ങൾ കണ്ണിലെ കരടായത്? ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് ആദ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണത്തിന് മറുപടി പറഞ്ഞു. അതിൽ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കവർ ചെയ്യും എന്ന് തന്നെയാണ് അത് കവർ ചെയ്യുന്നതായിരിക്കും. അദ്ദേഹം പറയുന്നത് ഇവിടെ സമൂഹത്തില് സ്പർദ്ധ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ രാജ്യത്തിനെതിരായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത്, ആ വെബ്സൈറ്റ് ഒന്ന് എടുത്തു നോക്കൂ. ന്യൂസ് ക്ലിക്കിന്റെ വെബ്സൈറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസോട് കൂടിയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതിലെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആർട്ടിക്കിൾസും എല്ലാ വീഡിയോസും അതിനകത്ത് അവൈലബിൾ ആണ്. ഭയങ്കര ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള സ്പോർട്സ് സെക്ഷൻസ് ഉണ്ട്, സയൻസ് ഉണ്ട്, ക്ലൈമറ്റ് ഉണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ലേബർ ഇഷ്യൂസ് ഉണ്ട്, ഫാമേഴ്സ് ഇഷ്യൂസ് ഉണ്ട്, വിമൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്റ്റുഡൻസ് റെസിസ്റ്റൻസ് ഉണ്ട് എന്നിങ്ങനെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയത്തെ പറ്റിയും അതിനകത്ത് റിപ്പോർട്ടിംഗ് ഉണ്ട്. ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ഉണ്ട്, ജിയോ പൊളിറ്റിക്സ് ഉണ്ട്, എല്ലാം തന്നെ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ചൈനയ്ക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു ചാരപ്പണി എടുത്തു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. എന്ത് ചാരപ്പണിയാണ് എടുത്തിരിക്കുന്നത്? രാജ്യത്തിനെതിരായിട്ടുള്ള സ്റ്റോറീസ് കൊടുത്തു. കർഷക സമരത്തിനെ ഈ രാജ്യത്തെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും റോഡ് ബ്ലോക്ക് ഉണ്ടാക്കുന്ന കേവലമായിട്ടുള്ള ഒരു
ചുമ്മാ ഒരു സമരം, റോഡ് വെറുതെ ബ്ലോക്ക് ചെയ്യാൻ ഇട്ടേക്കാണ്, ആൾക്കാരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഇറങ്ങി വന്നിരിക്കുകയാണ്, ഇവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള രീതിയിൽ അതിനെ റിപ്പോർട്ട് ചെയ്തപ്പോൾ എന്തിന് കർഷകർ അവരുടെ ഗ്രാമങ്ങളിൽ നിന്ന് അവരുടെ ട്രാക്ടറും എടുത്ത് ഒരു മാസത്തെ അല്ലെന്നുണ്ടെങ്കിൽ ഈ നിയമം കൃഷി കാർഡൂട്ട് എന്ന് പറയുന്ന ഈ നിയമത്തിനെ വിഡ്രോ ചെയ്യിപ്പിക്കാതെ ഞങ്ങൾ തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞിട്ട് കയ്യിൽ കിട്ടിയതെല്ലാം വാരിയെടുത്തുകൊണ്ട് അവര് ബോർഡറിലേക്ക് വരുന്നത് എന്താണ് ഈ പറഞ്ഞ ഫാം ലോസ് പറയുന്നത്? അതുകൊണ്ട് എന്താണ് പ്രശ്നം? അതുകൊണ്ട് കർഷകർക്ക് മാത്രമാണോ പ്രശ്നം, അതോ ഈ രാജ്യത്തിന് ആകമാനമാണോ പ്രശ്നം? സാധാരണ മനുഷ്യർക്ക് അന്നം മുട്ടുമോ? കർഷകര് തേനും പാലും ഒഴുക്കുമെന്ന് പണ്ട് മറ്റേ റീഗൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അതേപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഇവിടെ US പിന്നെ ഫാമിങ്ങിനെ കോപ്പറേറ്റൈസ് ചെയ്ത് കഴിഞ്ഞപ്പോ അന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. അതേ സാധനം ഇന്നിവിടെ മോദി ഇവിടെ പ്രോമിസ് ചെയ്യുന്ന സമയത്ത് എന്തിനാണ് കർഷകർ വരുന്നത് എന്ന് പറയുന്നതാണ് രാജ്യത്തിനെതിരായിട്ട് സ്റ്റോറി കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ യെസ്, ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ക്ലിക്ക് അത് വളരെ കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് കർഷകർ വന്നത്, എന്താണ് അതിന്റെ പിന്നിലെ കാരണം, എന്താണ് ഈ കർഷക കാനൂൺ അല്ലെങ്കിൽ ഫാം ലോസ് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വളരെയധികം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇനി പൗരത്വ ഭേദഗതി ബില്ല് CAA പറ്റിയിട്ടാണ്, അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതാണ് രാജ്യത്തിനെതിരായിട്ട് സ്റ്റോറി കൊടുത്തതെന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ യെസ്, ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് അതും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം വളരെ ശരിയായിട്ടുള്ള കറക്റ്റ്. അവിടെ സ്ത്രീകൾ ജാമ്യ യൂണിവേഴ്സിറ്റിയിൽ ഒരു പട്ടാപ്പകല് പോലീസിനെ ഇറക്കിയിട്ട് കുട്ടികളുടെ മേളില് വെടിയുണ്ട ഗോലി മാരോ സാലോക്കോ, ദേശ് കെ ഗദ്ദാരോക്കോ ഗോലി മാരോ സാലോക്കോ എന്നുള്ള ഒരു മുദ്രാവാക്യം വിളിച്ചിട്ട് അവിടെ പോലീസിനെയും കലാപകാരികളെയും അഴിച്ചുവിട്ട് കുട്ടികളുടെ മേളില് വെടിയുണ്ട പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സ്വന്തം കുട്ടികളുടെ മേളില് വെടിയുണ്ട പൊട്ടിച്ചതിന് അവിടുത്തെ അമ്മമാര്, ഷാഹീൻ ബാഗിലെ അമ്മമാര്, സ്ത്രീകൾ ഇറങ്ങി റോഡ് ഉപരോധിച്ചു. ആ സമരം രാജ്യമാകമാനം കത്തിപ്പടർന്നു. അത് ഷാഹീൻ ബാഗിലെയോ മുസ്ലിം സ്ത്രീകളോ മാത്രമൊന്നുമല്ല അതില് സമരം ചെയ്തിട്ടുള്ള. MP-യിൽ ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വിമൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്, മറ്റ് പല വിമൻസ് ഓർഗനൈസേഷൻസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട്, ലക്നൌവിൽ ഉണ്ടായിട്ടുണ്ട്, ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യയിൽ ആകമാനം വലിയ രീതിയിൽ സ്ത്രീകളും നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ഇന്ത്യയിലെ പോപ്പുലേഷൻസ് ഒക്കെ അതിനകത്ത് സമരം ചെയ്തിട്ടുണ്ട്. അതിനെയൊക്കെ വളരെ കൃത്യമായിട്ട് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ രാജ്യത്തെ സിറ്റിസൺ അല്ല എന്ന് പറയുവാൻ ആരാണ്? ഈ കാഗസ് പേപ്പർ കൊണ്ടുവന്നാൽ മാത്രമേ നിന്നെ ഞങ്ങൾ സിറ്റിസൺ ആയിട്ട് അംഗീകരിക്കുള്ളൂ എന്ന് പറയുന്ന ഒരു സർക്കാരിന്റെ അടുത്ത് കാഗസ് നെഹി ദിഖായെങ്കിൽ, പേപ്പർ കാണിക്കാൻ സൗകര്യമില്ല, ഇത് എന്റെ അച്ഛന്റെയും മുത്തച്ഛന്റെയും മുതുമുത്തച്ഛന്റെയും ഞങ്ങൾ ഈ രാജ്യത്തിന് രക്തം കൊടുത്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുത്തവരാണ്, ഞങ്ങൾ എവിടെയും പോകില്ല എന്ന് ഈ രാജ്യത്തെ മുസ്ലിം ജനതയും മറ്റ് ന്യൂനപക്ഷങ്ങളും അതോടൊപ്പം തന്നെ ഈ ഹിന്ദു പോപ്പുലേഷൻ, ഇവർ ഈ വിരാട് ഹിന്ദു ആകുന്ന ഒരു ഹിന്ദു പോപ്പുലേഷൻ എന്ന് പറയുന്നുണ്ടല്ലോ, ഇവരെല്ലാവരും തന്നെ ഇതില് സമരം ചെയ്തിട്ടുള്ളതാണ്. അത് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തേത് എന്താണ് രാജ്യത്തിനെതിരായിട്ട് റിപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നത് കോവിഡ് കാല പ്രവർത്തനങ്ങൾ. കോവിഡ് കാലത്ത് ഡൽഹിയിലായിരുന്നാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ശവങ്ങൾ കൂട്ടിയിട്ട് കത്തിരിക്കുകയായിരുന്നില്ല, ഗംഗയിലൂടെ ശവശരീരങ്ങൾ ഒഴുകുകയായിരുന്നില്ലേ? റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ നടന്നു കുഴഞ്ഞു വീണ് പച്ചവെള്ളം പോലും കിട്ടാണ്ട് അവരുടെ മേളില് കെമിക്കൽസ് സ്പ്രേ ചെയ്ത് അവരെ കൊന്നില്ലേ? അങ്ങനെയുള്ള ഇടത്ത് ചോദ്യം ചെയ്തിട്ടുണ്ട്. അത്തരം റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് രാജ്യത്തിനെതിരായിട്ട് സ്റ്റോറി എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് അഭിമാനത്തോടു കൂടി പറയുന്നു. ഞങ്ങൾ ന്യൂസ് ക്ലിക്കിലുള്ള എംപ്ലോയീസ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പറയുന്നത് ചൈനയ്ക്കെതിരായിട്ട് നിങ്ങൾ ആ വെബ്സൈറ്റ് എടുത്തു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെബ്സൈറ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്റർഫേസ് ആണ്. അതിനകത്ത് കാറിന്റെ വളരെ ക്ലിയർ ആണ് നിങ്ങൾ എന്താണ് എന്നുള്ളത്, നിങ്ങളുടെ സ്റ്റാൻഡ്. അത് ഒരു തരം വിരട്ടലിനും വിധേയപ്പെടാതെ കീഴടങ്ങാതെ ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് എന്ന്, പ്രത്യേകിച്ച് ദില്ലിയിൽ ഈ ഗോദി മീഡിയ ആകെ പടർന്നു നിൽക്കുന്ന കാലത്ത് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഒരു ഭരണകൂടത്തെ അത്രമേൽ അസ്വസ്ഥമാക്കപ്പെട്ടിട്ടുള്ളത്. അത് പ്രകടവുമാണ്, വ്യക്തവുമാണ്. ഞാൻ വിഷ്ണു, ഇവിടെ ഈ ചർച്ചയിൽ ഇതൊരു സ്വാഭാവികമായ ജാമ്യം നൽകലാണ് എന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ വിഷ്ണു ശ്രമിച്ചതിനെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് തന്നെ ആ കോടതി നടപടിക്രമങ്ങൾ അടക്കം വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമവും ചട്ടവും ഒക്കെ ലംഘിച്ച് എതിരാളികളായിട്ടുള്ളവർ, എതിർക്കപ്പെടേണ്ടവർ, തങ്ങളുടെ കണ്ണിലെ കരടായവർ, അത് ആരുമാവട്ടെ,
അവരെയൊക്കെ ഈ വിധം പെരുമാറും, ഈ വിധമൊക്കെ തന്നെ ഇവരോട് നടപടികൾ സ്വീകരിക്കുമെന്ന ശൈലി തുടർച്ചയായി സ്വീകരിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന ഒരു മനോഭാവത്തോടെ നീങ്ങിയപ്പോൾ അതിനെതിരായിട്ടുള്ള സുപ്രീം കോടതിയുടെ ശക്തമായ മുന്നറിയിപ്പാണ്, താക്കീതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ശക്തമായ ഒന്നാണ് പ്രബീറിൻ്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് ഇതിൻ്റെ ഒരു പൊതുവായ വിലയിരുത്തൽ വന്നിട്ടുള്ളത്. അത് BJPക്ക് സ്വീകാര്യമാവുന്നതല്ല എന്നറിയാം, പക്ഷേ അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ശ്രീ അനിൽകുമാറിനോട് ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറഞ്ഞുകൊള്ളട്ടെ. ഈ ആരുടെ ചെകിടത്താണ് അടി കിട്ടാൻ പോകുന്നതെന്ന് താങ്കൾ കാത്തിരിക്കുന്നെങ്കിൽ താങ്കൾ ജൂൺ 4-ാം തീയതി വരെ കാത്തിരുന്നാൽ മതി. ദേശീയ പാർട്ടി നഷ്ടപ്പെടാൻ പോകുന്ന CPMന്റെ ചെകിടത്തേക്കാണ് ജനങ്ങൾ അടിക്കാൻ പോകുന്നത്. അത് ജൂൺ 4-ാം തീയതി കഴിയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ സെക്രട്ടറിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരിക്കും അതിൻ്റെ ഈ പറഞ്ഞതിൻ്റെ വിഹിതം കൂടുതൽ കിട്ടാൻ പോകുന്നതെന്ന് കൃത്യമായി മനസ്സിലാക്കുക. എന്തായാലും ജൂൺ 4-ാം തീയതി തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ BJP നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 3ാമത്തെ സർക്കാർ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. അത് CPMന് അന്നേ ദിവസം വരെ അവർ അധികാരത്തിലെത്തും, അവർ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി കേന്ദ്രത്തിൽ ഉണ്ടാകുമെന്നൊക്കെ അവർ സ്വപ്നം കണ്ടുകൊള്ളട്ടെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട് 2018 ജൂലൈയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പല വിവരങ്ങളും പുറത്തുവിടുന്നത്. അതായത് അമേരിക്കൻ ബില്യനയറായ നെവിൽ റോയ് സിംഹമാണ് ഇതുമായി ബന്ധപ്പെട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രൊപ്പജൻഡയ്ക്ക് വേണ്ടി CPMന്റെ IT സെല്ലിലെ എക്സിക്യൂട്ടീവായ ഫണ്ട് വപ്പായ സിൻഹിന് വേണ്ടി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇദ്ദേഹം ആരാണ്? ഇദ്ദേഹം ഷാങ്ഹായ് ടൈംസിൽ ഷെയർ ഹോൾഡറാണ്. ഷാങ്ഹായ് ടവറിൽ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു അമേരിക്കൻ ബില്യനർ മാത്രമല്ല, അദ്ദേഹം ഒരു ശ്രീലങ്കക്കാരനായ ബർമയിൽ ജനിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് ചൈനയുമായി വളരെ അടുത്ത കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഷാങ്ഹായ് ടൈംസുമായി കോപ്പറേറ്റ് ചെയ്ത് ബന്ധപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം ചൈനീസ് കമ്പനികൾ വഴി ഫണ്ട് ചെയ്യുകയും അമേരിക്കൻ ബില്യനർ എന്ന രീതിയിൽ CPMന്റെ IT സെല്ല് വഴി പണം ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം തന്നെയാണ് ന്യൂസ് ക്ലിക്കിന്റെ വാർത്തകളിൽ ഇന്ത്യ വിരുദ്ധമായ വാർത്തകൾക്ക് വലിയ സ്വാധീനം ഉണ്ടാകുന്നു, അവർ രാജ്യവിരുദ്ധമായ വാർത്തകൾ ചെയ്യുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എന്നുള്ളത് നിങ്ങളുടെ ഒരു ടാഗ്ലൈൻ ആണ്. രാജ്യത്തെ രാജ്യവിരുദ്ധമാണ്. റാഫേലിനെ പറ്റി വ്യാജ വാർത്തകളാണ്. അല്ലല്ല ശരത്തെ പറയട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങൾ ആരും പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. റാഫേലിന്റെ വിഷയ സമയത്ത് അത് ചൈനയ്ക്കെതിരാണ് എന്ന രീതിയിൽ വ്യാപകമായ വാർത്ത പ്രചരിപ്പിച്ചു. ആസ്ട്രേലിയയിൽ ഇന്ത്യ നടത്തുന്ന പ്രോജക്റ്റുകൾക്കെതിരായി വ്യാപകമായ വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇങ്ങനെ നിരവധി. പിന്നെ ഹുവായ്, നമ്മുടെ രാജ്യത്ത് നിന്ന് പൂട്ടിപ്പോയ ഒരു കമ്പനിയാണ് ഹുവായ് കമ്പനി. ഈ ഹുവായ് കമ്പനിയുമായി ബന്ധപ്പെട്ട് USA നിന്ന് പല ഫണ്ടുകളും ഈ ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചൈനയിലെ ചില കമ്പനികൾ പ്രത്യേക രീതിയിൽ PM കെയറിലേക്ക് വാങ്ങിച്ച ഫണ്ട് ഓഡിറ്റ് ചെയ്യാത്ത ഒരു സർക്കാരാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ വ്യാപാര ബന്ധത്തെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ സാഹചര്യം പറഞ്ഞില്ലേ, അമേരിക്കയല്ല ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര ബന്ധു. അനധികൃതമായി ഫണ്ട് വാങ്ങിയത് PM കെയറിലേക്ക് റിസർവ് ബാങ്കിന്റെ അനുമതി ഇല്ലാതെയാണോ തെറ്റാണെങ്കിൽ നിങ്ങൾ കോടതിയിലേക്ക് പോകാത്തത്? അതുപോലെ തന്നെ കോടതിയെ പോലും, കോടതിയുടെ നടപടികളിലെ ഏറ്റവും തെറ്റായ പ്രവണത ഈ കേസിൽ സംഭവിച്ചിട്ടില്ലേ, മജിസ്ട്രേറ്റ് കോടതിയിൽ അടക്കം? അതും വെളിച്ചത്ത് വന്നല്ലോ. അതൊക്കെ വെളിച്ചത്ത് വരാൻ ഇടവരുത്തിയത് സുപ്രീം കോടതിയുടെ ഇടപെടൽ കൊണ്ടാണെന്നേ. കോടതി നടപടിയിൽ പലതും പല കാര്യങ്ങളിലും ഉണ്ടാകും. പല കേസുകളിലും പലതരത്തിലുള്ള തീരുമാനങ്ങൾ കോടതിയുടെ ഫലത്തിൽ നിന്നുണ്ടാകും. അന്തിമ തീരുമാനം വരുന്നതിന് ശേഷം താങ്കൾക്ക് ഒരു മജിസ്ട്രേറ്റ് എന്ന രീതിയിൽ വിചാരണ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എന്തായാലും ഒരു അന്തിമമായ വിധിയൊന്നും കോടതിയിൽ നിന്ന് വന്നിട്ടില്ല. മെറിറ്റുകളായി തന്നെ കൃത്യമായി നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ക്ലിക്കിനെതിരെ ഒരു ആരോപണം ശരിയല്ല എന്ന് ഒരിടത്തും തെളിയിക്കാതെ പറ്റിയിട്ടില്ല. ഈ ചർച്ചയിൽ എന്നത് മാത്രമേ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നടപടികൾ, ആ നടപടികൾ സുപ്രീം കോടതി ചോദ്യം ചെയ്ത് ആ മനുഷ്യനെ പുറത്തേക്ക് വിട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കേസിൽ അദ്ദേഹത്തെ മോചിതനാക്കിയെന്നാണോ ഞാൻ പറഞ്ഞത്? പക്ഷേ അതുപോലും നിൽക്കില്ല എന്നതിൻ്റെ നിരവധിയായ ഘടകങ്ങൾ, വസ്തുതകൾ ഈ ചർച്ചയിൽ തുറന്നു കാട്ടപ്പെട്ടു. ക്ഷേണകുമാർ മറുപടി. കൈരളി ഇന്ന് ചില ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ന്യൂസ് ക്ലിക്കിലെ മാധ്യമ പ്രവർത്തകരെ വെച്ച് വലിയൊരു ആഘോഷം നടത്തുമ്പോൾ മനസ്സിലാവുന്നത് കാര്യം സംസാരിക്കുമ്പോൾ വിഷുവിന്റെ ആഘോഷമായി തോന്നുന്നത് എനിക്കൊന്നും പറയാനില്ല. ക്ഷേണകുമാർ മറുപടി. ആള് കൂടുതലുള്ളത് കൊണ്ട് തന്നെ സമയം കുറവാണ്. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തുമ്പോൾ അതിനകത്ത് ഒരു 1% പോലും ഒരു ന്യായമില്ലാതെ ഈ കാണിച്ചിട്ടുള്ള ശുദ്ധ പോക്രിത്തരം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യം ഈ ഭരണകൂടം ചെയ്തതിനെ ഇന്ന് സുപ്രീം കോടതി, ഈ രാജ്യത്തെ പരമോന്നതമായിട്ടുള്ള നീതിന്യായ പീഠം
അതിനെ ചോദ്യം ചെയ്യുകയും അതിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു വെർഡിക്റ്റ് കൊടുത്തതും ഇന്ന് ആഘോഷിക്കുന്നത് അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നും ജീവിക്കുന്നത് ഡെമോക്രസിയിലാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. നിങ്ങൾ പറയുന്നു ചൈനയ്ക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആ വെബ്സൈറ്റിൽ എടുത്ത് നോക്കിയിട്ട് ഇന്നേ വരെ ഡൽഹി പോലീസിനോ ഈ പറഞ്ഞ അന്വേഷിക്കുന്ന ഏജൻസികൾക്കോ എവിടെയെങ്കിലും ഒരു ആർട്ടിക്കിൾ കാണിക്കാൻ പറ്റിയിട്ടുണ്ടോ? അനുഷ, ഈ ചർച്ചയിൽ വിഷ്ണുവിനോട് അങ്ങനെ ഒരു വാചകം, അങ്ങനെ നിങ്ങളുടെ പോർട്ടലിൽ വന്ന ഒരു വാചകമോ ഒരു വാർത്തയോ ഉദാഹരിക്കാൻ ചോദിക്കുന്നുണ്ടോ? ഞാൻ പറയാം. ഇദ്ദേഹം എന്താണ് അവർ ഈ അന്വേഷണ ആന്റി നാഷണൽ സ്റ്റെയിൻസ് ഓഫ് ന്യൂസ് ക്ലിക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയുന്നു. has written a hit job article seriously claiming that atrocities against men have been increased since 2014. അതൊരു വ്യാജ വാർത്തയാണ്. ആർട്ടിക്കിൾ ന്യൂസ് ക്ലിക്ക് argues that സെൻട്രൽ വിസ്റ്റ പ്രോജക്റ്റ് വിഷ്ണു അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ അവരുടെ തന്നെ പ്രവർത്തകയല്ലേ നമുക്കിപ്പോൾ ഉള്ളത്. വാർത്തകൾ പ്രചരിപ്പിച്ചു. ഇതെല്ലാം വ്യാജ വാർത്തകളാണ്. ഈ രാജ്യത്തെ കൊണ്ടുവന്ന സുപ്രധാന പദ്ധതിയാണ് പാർലമെന്റുമായി ബന്ധപ്പെട്ട സെൻട്രൽ വിസ്റ്റ പ്രോജക്റ്റ്. വിഷ്ണു പറഞ്ഞ പോലെ അല്ല, വിഷ്ണുവിന്റെ വാദം തന്നെ ഞാൻ എടുക്കാം. നിങ്ങളത് കോടതിയിൽ പോയി തെളിയിക്കും. വിഷ്ണു ഇത് വെറും ജാമ്യമാണല്ലോ. ഇത് വെറും ജാമ്യമാണല്ലോ. നിങ്ങളത് കോടതിയിൽ തെളിയിക്കുക. അപ്പൊ നമുക്ക് സംസാരിക്കാം. അത് വരട്ടെ. ഷേണൽകുമാറിന്റെ മറുപടി വേഗം. ഷേണൽകുമാർ, ഇവിടെ ഒരു കാര്യം, ഇന്ത്യ ഗവൺമെൻറ് പോയി ആസ്ട്രേലിയയിൽ ഏതാണ്ട് ബിസിനസ് നടത്തുന്നുണ്ടെന്ന് അദ്ദേഹം 2 തവണ പറഞ്ഞു. എനിക്ക് ആ ബിസിനസ് ഏതെന്ന് മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കിയ എന്താണ്, പ്രധാനമന്ത്രി ആസ്ട്രേലിയയിൽ പോയപ്പോൾ ആസ്ട്രേലിയയിലേക്ക് അദാനിയെ കൊണ്ടുപോയി. അവിടെ കൽക്കരി കമ്പനി തുടങ്ങി. അദാനി ഇന്ത്യയിലേക്ക് അവരുടെ കൽക്കരി ഇറക്കുമതി ചെയ്യുന്നു. അതിന് ഇറക്കുമതി നിങ്ങൾ നികുതി കുറച്ച് കൊടുത്തു. 20% ഇറക്കുമതി കൽക്കരി വാങ്ങണം നിങ്ങൾ സർക്കാരിന് തീരുമാനം എടുത്തു കൊടുത്തു കേന്ദ്ര സർക്കാർ. ഇതാ ന്യൂസ് ക്ലിക്ക് ചോദ്യം ചെയ്യുന്ന പോലെ ഞാനും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ കൈരട്ടി TV ഞാൻ പറഞ്ഞ കാര്യം അതാണ്. നിങ്ങൾ എന്നെ ജയിലിലടയ്ക്കുമോ? ന്യൂസ് ക്ലിക്ക് വന്ന വാർത്ത അതാണ്. നിങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് എന്ത് വ്യവസായമാണ് ആസ്ട്രേലിയ നടത്തിയത്? ഇന്ത്യ ഗവൺമെൻറ് എന്ത് വ്യവസായമാണ് ഇന്ത്യ അന്വേഷണം നടത്തിയത്? ഇതെല്ലാം ചെങ്ങാത്ത മുതലാളിത്തല്ലേ? പിന്നെ ജൂൺ 4-ാം തീയതി ഞങ്ങളാണോ ചിരിക്കാൻ പോണോ നിങ്ങളാണോ ചിരിക്കാൻ പോണോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അദാനി ഈ നരേന്ദ്രമോദിയുടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാതിരുന്ന അദാനി അംബാനി നിങ്ങളെ കൊണ്ടുപോയി ചെങ്ങാത്ത മുതലാളി നടത്തിയ 2 വലിയ കോർപ്പറേറ്റുകൾ അവരെ ഇപ്പം ടിപ്പർ ലോറികളിൽ കോൺഗ്രസിൻ്റെ ഓഫീസിലേക്ക് കള്ളപ്പണം പാക്ക് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് പ്രധാനമന്ത്രി. അതിനർത്ഥം എന്താണ്? നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഈ സമൂഹത്തിനകത്ത് നിലനിൽക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അയ്യോ പട്ടേലിന് ചത്ത എന്ന് പറഞ്ഞ് ഒളിച്ചോടുന്നത് പോലെ ഓടുന്ന അംബാനി അദാനിയാണ് നരേന്ദ്രമോദി ഭയപ്പെടുന്നത്. തൊമ്മി പോയി എന്നാണ് നരേന്ദ്രമോദി വിചാരിക്കുന്നത്. അതാണ് ഇന്ത്യൻ രാഷ്ട്രീയം. അത്രയെങ്കിലും രാഷ്ട്രീയത്തിനകത്ത് മോദി പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ വിവേകം നമുക്കുള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. ഇനി ഇവിടെ പറഞ്ഞല്ലോ CPM-നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞത്, അത്ഭുതത്തോടെ കേൾക്കാം. പിന്നെ പ്രകാശ് കാരാട്ടിൻ്റെ ഒരു ഇമെയിൽ, പ്രകാശ് കാരാട്ടിൻ്റെ മെയിൽ ചെക്ക് ചെയ്യുന്നു, പ്രകാശ് കാരാട്ടിനെ ചോദ്യം ചെയ്യുന്നു, സീതാറാം യെച്ചൂരിയുടെ വീട്ടിൽ റെയ്ഡ്, പിന്നെ ഹർകിഷൻ സുജിത് ഭവൻ നടക്കുന്നു. ആ ഭവനകത്തോട്ട് പരിപാടി നടക്കുമ്പോൾ അവിടെ തടസ്സപ്പെടുത്തൽ എല്ലാം പ്രബീറുമായി ബന്ധപ്പെട്ടാണ്. ഒരു കാര്യം ഞാൻ മനസ്സിലാക്കാം, EMS അക്കാഡമിയിൽ ഏതാണ്ട് ഒരു കൊല്ലത്തിനിടയ്ക്ക് പ്രബീർ വന്ന് സയൻസിനെ കുറിച്ച് ക്ലാസ് എടുത്തിരുന്നു. CPM-ന്റെ മുഖപത്രമായ പീപ്പിൾസ് ഡെമോക്രസിയിൽ പ്രബീർ എല്ലാ കാലഘട്ടത്തിലും സയൻസ് ആൻഡ് ടെക്നോളജിയെ കുറിച്ച് ലേഖനങ്ങൾ എഴുതും. ഇന്ത്യ രാജ്യത്ത് ഈ മുതലാളിത്തം, ഈ ശാസ്ത്രത്തെ ദുരുപയോഗിക്കുന്നതിനെ കുറിച്ച് യുദ്ധം ചെയ്യുന്ന മനുഷ്യനാണ് അദ്ദേഹം. ഒരു വാചകം ഇന്ത്യക്കെതിരായി അദ്ദേഹം സംസാരിക്കില്ല. ഇന്ത്യക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ശാസ്ത്രത്തെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ശാസ്ത്രത്തെ ഉപയോഗിക്കുന്ന ശാസ്ത്രകാരനാണ് അദ്ദേഹം. സയന്റിഫിക് ടെമ്പറിന് വേണ്ടി വാദിക്കുന്ന ആളാണ് അദ്ദേഹം. നിങ്ങൾക്ക് ചില ആളുകൾക്ക് അദ്ദേഹത്തെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി കള്ളത്തിൽ എഴുന്നള്ളിച്ചാൽ 2021 തൊട്ടല്ലേ ഈ പണി തുടങ്ങിയത്. നിങ്ങളോട് പറഞ്ഞ നെവിൽ റോയ് സിംഗത്തിൻ്റെ പേരൊക്കെ 2021 FIR-ലുണ്ടെന്നേ. ആ FIR ഒന്നും നിത്യക്കള്ളി ഇല്ലാന്ന് കള്ളമുണ്ടല്ലേ ഒക്ടോബർ മാസം 4-ാം തീയതി രാത്രിയിൽ ഒരു പുതിയ FIR ഉണ്ടാക്കിയത്, പുതിയ റിമാൻഡ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയത്, എന്നൊരു പുതിയ രാജ്യസുരക്ഷാ നിയമത്തിൻ്റെ പേരിൽ അതിനെ കൊണ്ടുവന്നത്. അതല്ലേ സുപ്രീം കോടതി പിടിച്ചത്. ബഹുമാനപ്പെട്ട വിഷ്ണു ഇവിടെ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് വസ്തുതയുണ്ടെങ്കിൽ നിങ്ങളെന്തിനു ഭയപ്പെടണം? ഹൈക്കോടതിയിൽ ഇത് കൊടുത്താൽ ഹൈക്കോടതി പ്രബീറിന് പ്രൊട്ടക്ഷൻ കൊടുക്കില്ലല്ലോ. നിങ്ങളുടെ ഒന്നുമില്ല.
അപ്പോൾ എന്ത് വേണം? എങ്ങനെയും ജയിലിലടക്കണം, ഭയപ്പെടുത്തണം. അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ അട്ടിമറിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചന. ശരി, ഞാൻ ഷാജി ജോസഫിലേക്കും ശ്രീ കെ ജെ ജേക്കബിലേക്കും വളരെ ചുരുക്കി, അതായത് ഷാജി ജോസഫ് ചെയ്തു വെച്ച തെറ്റുകൾ, ശക്തമായ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ നടപടികൾ, ഇതിനെല്ലാം നല്ല മറുപടി അല്ലെങ്കിൽ നല്ല തിരിച്ചടി തക്ക സമയത്ത് കിട്ടിക്കൊണ്ടിരിക്കുകയാണോ ഈ സർക്കാരിന്? കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയിലെ മാധ്യമരംഗത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അധപതനം, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ ഗോദി മീഡിയ എന്ന് വിളിപ്പേര് സമ്പാദിക്കുന്ന രീതിയിലേക്ക് അധപതനമുണ്ടായി എന്നത് തന്നെ BJP നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മാധ്യമ സ്വാതന്ത്ര്യം എത്രത്തോളം വേണമെന്ന് ഗവൺമെൻറ്റുകൾ തീരുമാനിക്കുന്ന ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങൾക്കുണ്ടാകാവുന്ന ഒരു വീഴ്ചയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ കേസിൽ, പ്രബീറിൻ്റെ കേസിൽ എന്താണ് സംഭവിച്ചത്? BJPയും സംഘ് നേതൃത്വവും ഉപയോഗിക്കുന്ന പ്രൊപ്പഗാൻഡ എന്ന് പറയുന്ന ഒരു രീതി, ആ പ്രൊപ്പഗാൻഡയുടെ ഒരു ഭാഗമായി എടുത്തൊരു കേസ് പിന്നീട് കോടതികളിൽ PMLOയിലൂടെയോ അല്ലെങ്കിൽ സാമ്പത്തിക കഥ പറഞ്ഞുകൊണ്ട്, ചൈനയുടെ പണം എന്ന കഥ പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ UAPAയിലേക്ക് തിരിച്ചുവിട്ട ഒരു കേസാണിത്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനേറ്റൊരു പ്രഹരമാണ് ഇതെന്ന് പറയുമ്പോഴും ഇതിന് പുറകിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യയിലെ ബെയിൽ കൊടുക്കാനുള്ള അധികാരമുള്ള കോടതികളുടെ പരാജയം, അത് സുപ്രീം കോടതിയിൽ വരെ ചെന്നെത്തുന്ന ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ അത് പ്രകടമാണ്. ഈ സുപ്രീം കോടതി, എനിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യം, ഇന്ന് സുപ്രീം കോടതി പ്രബീറിന് അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഇല്ലീഗലാണ് എന്ന് ഡിക്ലെയർ ചെയ്യാൻ കണ്ടെത്തിയ ഗ്രൗണ്ട് എന്തുകൊണ്ടാണ് ഹൈക്കോടതി കാണാതെ വന്നത് എന്നത് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ പോപ്പുലറായിട്ട് ജനങ്ങളുടെ മനസ്സിൽ എത്ര പേർക്കാണ് സുപ്രീം കോടതി വരെ പോകാൻ സാധിക്കുന്നത്? അതിനുള്ള സാമ്പത്തികമില്ലാത്ത, അതിനുള്ള റീച്ച് ഇല്ലാത്ത എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ലോവർ കീഴ്ക്കോടതികൾ തീർച്ചയായും ഇതിൽ നിന്ന് ഒരു വിമർശനം ഏറ്റുവാങ്ങുന്നു എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ ഇതിനെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ശരി, ഇതിനുമപ്പുറം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കോടതികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയെ പണിതുയർത്തിയിരിക്കുന്ന ശിലാഫലകം എന്ന് പറയുന്നത് പൗരൻ്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു നിയമം ഉണ്ടായാൽ അതിനെ പൗരൻ്റെ സ്വാതന്ത്ര്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അത് UAPA ആണെങ്കിലും PMLA ആണെങ്കിലും, PMLAയുടെ സെക്ഷൻ 19 ആണെങ്കിൽ പോലും കോടതികൾക്ക് കൊടുക്കേണ്ട ഒരു വലിയ ഒരു കൽപ്പനയുണ്ട്. അത് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു സ്പെഷ്യൽ നിയമവും ഉണ്ടാകില്ല എന്നുകൂടിയാണ് സുപ്രീം കോടതി ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരി, ഇവിടെ ശ്രീ കെ ജെ ജേക്കബ്, ഇന്ത്യൻ മാധ്യമ ലോകത്തെ, മേഖലയെ എങ്ങനെയാണ് ഇന്നത്തെ ഈ തീരുമാനം സ്വാധീനിക്കുക? ഇത് നമ്മുടെ മെയിൻ സ്ട്രീം മീഡിയയെ സംബന്ധിച്ച് അവർക്കൊരു വിഷയമായിരിക്കില്ല. കാരണം അവർ ഏതെങ്കിലും തരത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ അവർ ഇപ്പോൾ പുറകായസ്ഥയെ പോലെ എവിടെയെങ്കിലും ആയിട്ടുണ്ടായിരുന്നതിന് അവരെ സംബന്ധിച്ച് ഇതൊരു വിഷയമായിരിക്കില്ല. ഇത് സത്യത്തിൽ ജനങ്ങളുടെ പ്രശ്നമായിട്ട് വേണം നമ്മളിതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിലെ മെയിൻ സ്ട്രീം മീഡിയയെ സംബന്ധിച്ചിടത്തോളം അവരെ പേടിപ്പിക്കുന്ന ചില നിയമങ്ങളുണ്ട്. അത് വേണമെങ്കിൽ അത് നിങ്ങൾ ഇതിനൊരു ഡിഫൻസ് ആയിട്ട് എടുത്ത്, പുറകായസ്ഥയുടെ കേസ് നോക്കൂ, അദ്ദേഹം 6 മാസത്തോളം ജയിലിലായിരുന്നു. ജയിലിൽ പോയി നിങ്ങൾക്ക് അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ ഈ നിയമം ഒരു പ്രത്യാശയുടെ ഒരു ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ശ്രീ ഷാജി ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മുടെ നാട്ടിലെ താഴെ കോടതികൾ ഈ കാര്യങ്ങൾ കാണാതെ പോകുന്നു, സർക്കാരിൻ്റെ ഈ സ്കീം കാണാതെ പോകുന്നു, സർക്കാരിൻ്റെ ഡിസൈൻ കാണാതെ പോകുന്നു എന്നുള്ളത് ഖേദകരമാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണ മാധ്യമങ്ങൾ, മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ ഇതിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രചോദനം ഉൾക്കൊള്ളുകയും സർക്കാരിനെ വിമർശിക്കുക, അതല്ലെങ്കിൽ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത് തങ്ങളുടെ അടിസ്ഥാനപരമായ ധർമ്മമാണ് എന്നുള്ള ഒരു കാര്യത്തിലേക്ക് മാറുകയും ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയും എനിക്കില്ല. അതേസമയം ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരമൊരു ഡിസൈൻ സർക്കാരിനുണ്ട് എന്നുള്ള കാര്യം ഓരോ വിധിയിലൂടെയും സുപ്രീം കോടതി നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അടിസ്ഥാനപരമായി രാഷ്ട്രീയം
നമ്മുടെ ജനാധിപത്യം എന്നുള്ളത് പൗരസ്വാതന്ത്ര്യമാണെന്നുള്ള അടിസ്ഥാനപരമായ രാഷ്ട്രീയ ബോധം മനുഷ്യർക്കുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാധ്യമങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള സ്പേസ് ഇപ്പോഴും അവിടെയുണ്ട്. അത് വേണോ വേണ്ടയോ എന്ന് ഉപയോഗിക്കാനുള്ള വിവേചനം അവരുടെ ഭാഗത്തു നിന്നാണ്. അത് സുപ്രീം കോടതിയുടെ ഒരു വിധി കൊണ്ടുണ്ടാകുന്നതല്ല. അത് ഉപയോഗിക്കാൻ അവർ തീരുമാനിക്കുകയും അതിന്റെ പ്രതിബന്ധങ്ങൾ നേരിടാൻ അവർ തയ്യാറാവുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇപ്പോഴും സ്പേസ് ഉണ്ട്. അത് അവർ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന മാധ്യമങ്ങൾ ഗോദി മീഡിയയായി മാറുന്നത്. അതേസമയം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം സുപ്രീം കോടതി ഈ ഡിസൈൻ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അത് കേന്ദ്ര സർക്കാരിന് അനുവദിക്കില്ല എന്ന് സുപ്രീം കോടതിയും ചില ഹൈക്കോടതികളും നിരന്തരമായി നിലപാടെടുക്കുന്നത് കൊണ്ട് നമ്മുടെ പൗരന്മാരുടെ അവകാശങ്ങൾ ഭദ്രമായിരിക്കും എന്നുള്ളൊരു തോന്നൽ പൗരന്മാർക്കുണ്ടാവുക എന്നുള്ളതാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ഏറ്റവും ശക്തമായ ഇടപെടൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ ഒരു ദിവസമാണ്. പ്രബീർ ജയിൽ വിട്ട് പുറത്തു വരുമ്പോൾ ജനങ്ങളെ ഏറ്റവും അധികം പ്രചോദിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ജനാധിപത്യപരമായി പ്രശ്നങ്ങളെ വിലയിരുത്താൻ അവർക്ക് പ്രതീക്ഷയുടെ തിരിച്ചറിവിൻ്റെ ഒരു പുതിയ സാധ്യത തുറക്കുന്ന നിരവധി വിധികളാണ് സുപ്രീം കോടതിയിൽ നിന്ന് തുടർച്ചയായി മോദി സർക്കാരിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ഗൗരവമുള്ള വളരെ സുപ്രധാനമായ ഒരു കാലഘട്ടത്തിലാണ് എന്നതും ഏറെ പ്രധാനമാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുകയാണ്.